പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 71-ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മാർച്ച് മാസം 2-ാം തീയതി എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് 70-ാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മർമ്മം മഗ്ദിയാം ബാബിലോണിനെ കുറിച്ചും അവളോട് ബന്ധപ്പെട്ടിരിക്കുന്ന പെരുവെള്ള പോലുള്ള ജാതികളെക്കുറിച്ചും അവിടെ ചുമന്നു നിൽക്കുന്ന മൃഗത്തെക്കുറിച്ചും അവളെ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവളെ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരെ കുറിച്ചുമുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ചിന്തയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ തുടർന്ന് നാം ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെയാണ് നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നത് 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ പെരുവെള്ളത്തിന് മീതെയാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്, അത് വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളുമാകുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജാതികളും ഭാഷകളും മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്നു എന്നുള്ളത് എതിർ ക്രിസ്തുവിൻ്റെ മേലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കത് 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നു. 7 മലയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള 4 സാമ്രാജ്യത്വങ്ങളെക്കുറിച്ചും ആ സാമ്രാജ്യത്തിലെ പ്രബല രാഷ്ട്രങ്ങളായിരിക്കുന്ന 7 രാഷ്ട്രങ്ങളെക്കുറിച്ചുമുള്ള വ്യാഖ്യാനമാണ് 7 മലയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇതിനു മുമ്പ് നാം പഠിച്ചിരുന്നത്. ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായി അതിനു മുമ്പുണ്ടായിരുന്ന 3 സാമ്രാജ്യത്വ ബന്ധത്തിൽ 4-ാമത്തെ സാമ്രാജ്യത്വമാകുന്ന റോമാ സാമ്രാജ്യത്തിൽ നിന്നാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് ബന്ധത്തിലാണ് 7 മലയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് നമുക്കറിയാം, നാം ചിന്തിച്ചിരുന്നതാണ് 7 തല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ 7 മലയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദേശത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. മറ്റത് ജ്ഞാനബുദ്ധിയോടുള്ള ബന്ധത്തിൽ ജ്ഞാനത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7 എന്നുള്ള മലകൾ കാണിക്കുന്നത് ബാബേൽ സാമ്രാജ്യത്തിലെ പ്രബലനായ രാജാവ്, ബാബേൽ സാമ്രാജ്യത്തിൽ നിന്ന് ഒരു രാജാവ്, അതുപോലെ മേദ്യ-പേർഷ്യ സാമ്രാജ്യത്തിലെ പ്രബലനായ ഒരു രാജാവ്, യവനായ ഗ്രീക്ക് സാമ്രാജ്യത്തിലെ പ്രബലന്മാരായ 4 രാജാക്കന്മാർ, റോമാ സാമ്രാജ്യത്തിലെ ബാബേൽ, മേദ്യ-പേർഷ്യ, യവനായ, റോമാ സാമ്രാജ്യത്വം. ഈ 3 സാമ്രാജ്യത്വങ്ങളുള്ള ബന്ധത്തിൽ 3 രാജ്യങ്ങളും യവനായ സാമ്രാജ്യത്വം 4ആയിട്ട് വിഭജിക്കപ്പെട്ടുകൊണ്ട് അത് 3 കൂടുമ്പോഴാണ് 4 കൂടെ കൂടുമ്പോഴാണ് 7 രാഷ്ട്രങ്ങളുള്ള ബന്ധത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടുന്നുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുവരെയാണ് നാം ചിന്തിച്ചപ്പോൾ ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ഇതിന് പൗരാണികമായ പുരാതനമായിരിക്കുന്ന വേരുകളുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ലോകത്തിൽ ചൊരിയപ്പെട്ട സകല വിശുദ്ധന്മാരുടെ രക്തം അവളിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന് ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നത് കൊലപാതക ശക്തിയായിരിക്കുന്ന ബോഷ്കിൻ്റെ അപ്പനുമായിരിക്കുന്ന സാത്താനാണ്. ഈ മർമ്മം മഗ്ദിയാം ബാബിലോണായിരിക്കുന്ന ആ ശക്തിയുടെ പിമ്പിൽ പ്രവർത്തിക്കുന്നത്. അത് മുഴുവനും നമുക്ക് ലാഭക്കൊതിയാണ്, ബിസിനസ്സാണ് ഇതിനെല്ലാം കാരണമായിട്ടിരിക്കുന്നത്. അപ്പം കയീൻ ഹാബേലിനെ കൊല്ലാൻ കാരണമായി തീർന്നതും അവൻ്റെ ദുർബോധമായിരുന്നു. അവൻ തൻ്റെ അനുജൻ ദൈവത്തിൽ നിന്ന് പ്രസാദം പ്രാപിച്ചപ്പോൾ താൻ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുമല്ലോ എന്നുള്ള ചിന്ത വന്നപ്പോൾ ലാഭക്കൊതിയനായ ദുർമോഹിയായ കയീൻ അവനെ കൊന്നുകളവാട്ടിടയായി തീർന്നു. അപ്പോൾ അവിടെ മുതൽ ചൊരിയപ്പെടുന്ന രക്തങ്ങൾ, അവിടെ മുതൽ തുടങ്ങുന്ന എല്ലാ യുദ്ധങ്ങളുടെയും രക്തച്ചൊരിച്ചിൻ്റെയും പിമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിസിനസ് അല്ലെങ്കിൽ ലാഭത്തിൻ്റെ ആർത്തിയാണ് സകലത്തിനെ പിമ്പിൽ കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പം മനുഷ്യന് സമ്പത്തുണ്ടാക്കാൻ ആർത്തിയോടുകൂടി ദുർമോഹികളായി അവർ പ്രവർത്തിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള യുദ്ധങ്ങളിലേക്കും യുദ്ധസന്നാഹങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ലോകം നീങ്ങി എന്നുള്ളത് ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തുന്നത് എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് തുടങ്ങിയത് നമുക്ക് ഹാബേലിനെ കയീൻ കൊന്നത് മുതൽ അവിടുന്ന് ആരംഭപ്പെട്ടതാണ്. അപ്പോൾ എന്നാൽ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ലാഭേച്ഛയായിരിക്കരുത്.
ഇവിടെ നാം ലോകത്തിൽ നേടുക എന്നുള്ളതല്ല, ക്രിസ്തുവിനെ നേടുക, ആത്മാവിനെ നേടുക. അതാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ചിന്തയുണ്ട്. ഹാബേൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അത് മുഖാന്തരമായി അവൻ അവൻ്റെ ആത്മാവിനെ നേടി. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്ന വചനം യേശുക്രിസ്തു ഇവിടെ 2000 വർഷം മുമ്പ് സംസാരിക്കുന്നതിന് മുമ്പ് അത് എന്നേക്കും നിലനിൽക്കുന്നതായിരുന്നു. കയീനും ഹാബേലുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഹാബേൽ അവൻ്റെ ആത്മാവിനെ നേടിയപ്പോൾ കയീൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അനുജനെ ദേഷിച്ച് അവനെ കൊന്നുകളഞ്ഞ് അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി, നിത്യം നഷ്ടപ്പെടുത്തുവാനിടയായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയ കൊലപാതകത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടർ മനുഷ്യരിൽ ഭൂരിഭാഗവും ഈ ലോകത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി, ഇവിടുത്തെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അവർ ജഡീക ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ചിന്തകളിലേക്ക് ആണ്ടുപോകുന്നത് കൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാത്തത്. അതുകൊണ്ടാണ് കഥ പറഞ്ഞത്, എന്തിനാണ് മനുഷ്യ നീ ലോകം മുഴുവൻ ഓടുന്നത്, സർവ്വലോകം നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനമെന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന് കൃപയാൽ കുഞ്ഞാടിൻ്റെ രക്തം ചിന്തപ്പെട്ടതുകൊണ്ട്, അവൻ്റെ പുണ്യാഗ രക്തം കൊണ്ട് നമ്മുടെ നഷ്ടമായിരുന്ന ജീവിതത്തെ നമുക്ക് നേടുവാൻ, അത് ലാഭമാക്കി തീർക്കുവാൻ, നമ്മുടെ ജീവിതം ലാഭമാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യമെന്ന് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ നമ്മുടെ ഭൗതിക ജീവിതം പരാജയമായിരിക്കാം. മറ്റുള്ളവരെ പോലെ നാം നോക്കുമ്പോൾ നമുക്കെല്ലാം നേടിയതായിരിക്കത്തില്ല. ഒരുപാട് കുറവുകൾ നമുക്ക് കാണും, ഇല്ലായ്മകൾ കാണും. മറ്റവർക്കുള്ളതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ വിശ്വാസി ആയതുകൊണ്ട് നമുക്ക് എല്ലാം നേടിയെന്നോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിഹരിക്കപ്പെട്ടെന്നോ എന്നുള്ളതല്ല. അത് ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നഷ്ടങ്ങൾ ഒരുപാട് കാണും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലും കുടുംബപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഒക്കെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ കാണും. അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളായി, അപേക്ഷകളായി, ആഗ്രഹങ്ങളായി ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നാം ക്രിസ്തുവിൽ മുഖാന്തരമുള്ള ആത്മരക്ഷ നേടിയത് കൊണ്ട് നാം ലാഭമുള്ളവരാണ്. നാം ഒരിക്കലും പരാജിതരല്ല. ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ആത്മീയ ജീവിതത്തിൽ സമ്പന്നന്മാരായി തീരുവാനാണ് യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടത്. എന്നാൽ ഭൗതിക ജീവിതത്തിൽ നമുക്കെല്ലാം നേടിയിട്ടില്ല എങ്കിലും ദൈവം പറയുക നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത് ദൈവം നൽകും. ഇന്ന് ഈ രാത്രിയിലും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകണമെങ്കിൽ നാം വിശ്വസിക്കണം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയതയ്ക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിനും ആവശ്യമായതൊക്കെയും നൽകാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുമാറി പോകത്തില്ല. അതുകൊണ്ട് സമയാസമയങ്ങളിൽ നമുക്കത് ലഭിക്കുന്ന ദുർമോഹികളായി നാം കയ്യിനെ പോലെയോ മറ്റുള്ളവരെ പോലെ അസൂയാലുക്കളാകാതെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മകൾ കണ്ടുകൊണ്ട് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി, ഒരുപക്ഷെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് ഇല്ലായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അതൊക്കെയും ലഭിക്കാത്തതായി കിടപ്പുണ്ടായിരിക്കാം, എങ്കിലും ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാനത് തെളിവെടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തലമുറകളുടെ ബന്ധത്തിൽ, നമ്മുടെ സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിലൊക്കെ നമുക്കൊരുപക്ഷെ നിരവധി വിഷയങ്ങൾ ചോദ്യചിഹ്നങ്ങളായി കിടപ്പുണ്ടായിരിക്കാം, നഷ്ടമായി നമുക്ക് തോന്നാമായിരിക്കാം. എങ്കിലും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ക്രിസ്തു മുഖാന്തരമായി തന്നിരിക്കുന്ന ആ സമ്പന്നതയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയുള്ളവരായി ഇന്ന് രാത്രിയിൽ ഇരിപ്പാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിൽ അങ്ങനെ താൽക്കാലികമായിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ഇളകി മാറുന്ന സമ്പാദ്യത്തിന് വേണ്ടി മനുഷ്യൻ വ്യഗ്രത കൂട്ടി അതിൻ്റെ അവസാനമാകുമ്പോൾ അത് അതിൻ്റെ പരമാധിക്യത്തിലേക്ക് എത്തും, അതിൻ്റെ ഉച്ചാവസ്ഥയിലേക്ക് എത്തിത്തീരുന്നതിനുള്ള ബന്ധത്തിലാണ് മർമ്മം മഗതിയാം ബാബിലോണിനെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ലോക ചരിത്രങ്ങളിലെ ഏത് യുദ്ധങ്ങളെടുത്ത് പഠിച്ചാലും അതിൻ്റെ എല്ലാം പിമ്പിൽ ഒരു ലാഭത്തിൻ്റെ ഇച്ഛയുണ്ട്. ഏതെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ചെയ്ത് കൂട്ടുന്നത്. എന്നാൽ
ലോകത്തിൽ ഒരു യുദ്ധം മാത്രം നടന്നത്. ക്രിസ്തുയേശു കാൽവറി യുദ്ധം ചെയ്തത്. അവൻ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ ഇളകുന്നത് എന്തെങ്കിലും നേടുവാൻ വേണ്ടിയല്ല, ഇവിടെ ഒരു സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കാൻ വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടി മനുഷ്യവംശത്തിന് വേണ്ടി തൻ്റെ ജീവനെ നൽകിക്കൊണ്ട് ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ദൈവരാജ്യവും ദൈവസഭയുമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യധാരാ വിഷയമായിട്ടുള്ളത്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ക്രിസ്തുവിനെ നേടണം. അതിനുവേണ്ടി നമുക്ക് ലാഭമായിരുന്നൊക്കെയും ഛേദമെന്നെണ്ണണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ലോകത്തിൽ ലാഭകരമായി ചിന്തിച്ചു വെച്ചിരിക്കുന്ന പലതിനും നമ്മൾ വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ യേശുവിനെ വേണ്ടതുപോലെ നേടുവാൻ കഴിയത്തുള്ളൂ. പാരമ്പര്യമോ ജോലിയോ പദവിയോ മറ്റുള്ള സ്നേഹമോ ഇതെല്ലാം നമുക്കുണ്ടെങ്കിൽ യേശുവിനെ നേടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ക്രിസ്തുവിനെ നേടേണ്ടതിന് നമുക്ക് ലാഭമെന്നുള്ളതൊക്കെയും ഛേദമെന്നെണ്ണി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ക്രിസ്തീയ വിശ്വാസത്തിന് യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കി അതിനെ ഒഴിവാക്കുക എന്നതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥ ശുദ്ധി. അതാണ് രാത്രിയിൽ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഈ നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ച് ഇതാരാണെന്നൊക്കെ തെളിയിച്ച് ഈ രാജ്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് പോകുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് എൻ്റെ അർത്ഥം മറിഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മത്തെ മനസ്സിലാക്കുക. എന്നതിൻ്റെ അർത്ഥം, അശുദ്ധിയും അധർമ്മവും ഒക്കെ പെരുകുമ്പോൾ വിശുദ്ധിയും നീതിയും തമ്മിലുള്ള പോരാട്ടം ലോകത്തിലുണ്ട്. അതിനെയാണ് ഇരുളും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമാണ് നിലനിൽക്കുന്നത്. അതിൽ നാം വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. അപ്പോൾ ഇങ്ങനെ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമായിരുന്നതിൽ നിന്ന് ദൈവം നമ്മളെ വലിച്ചെടുത്തു. മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമായിരുന്ന ഈ സാമ്പത്തിക നന്മ മാത്രം ലക്ഷ്യമാക്കി ലോകത്തെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരു വെള്ളത്തിൽ ഞാനും നിങ്ങളുമായിരുന്നു. ഈ ലോകത്തിൽ ലോകജാതികൾ കൊണ്ടെത്തപ്പെട്ടവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ആ പെരുവെള്ളത്തിന്മീതെ നിന്ന് ദൈവം നമ്മളെ വേർതിരിച്ചെടുത്ത് പിടിച്ചെടുത്ത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അരികത്തേക്ക്, വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക്, വിശുദ്ധന്മാർക്ക് ദൈവം അവകാശമായി വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. അതിനായി ഇന്ന് രാത്രി നമ്മൾ സ്തോത്രം ചെയ്യണം. അത് ഇതിനെ താങ്ങി നിർത്തുന്നത് മൃഗീയമായിരിക്കുന്ന ഇതാണ്. ഒരിക്കലും യഥാർത്ഥമായി മനസ്സാക്ഷിയുള്ളവർക്ക് കൊള്ള ചെയ്യുവാൻ കഴിയത്തില്ല, കൊള്ള ലാഭമെടുക്കുവാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ജോലിക്ക് ശമ്പളമുണ്ട്, നമ്മൾ ബിസിനസ്സിന് ലാഭമുണ്ട്, അതെല്ലാം ആവശ്യമാണ്. അതൊക്കെ മനസ്സാക്ഷിയോടുള്ള ബന്ധത്തിലായിരിക്കും ചെയ്യുന്നത്. എന്നാൽ മൃഗീയ ശക്തി എന്ന് പറയുമ്പോൾ കൊള്ള ലാഭമാണ്, എല്ലാം കൊള്ള ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയിരിക്കുന്നത്. മൃഗീയ സ്വഭാവമാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്. അപ്പം അതിനകത്ത് അവർ എന്തിനും ചെയ്യുവാൻ തയ്യാറാണ്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്തെ കൊലപാതകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്പ സമ്പത്തിന് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കുന്ന അനേകരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിൻപിൽ പ്രവർത്തിക്കുന്ന മൃഗീയതയാണ്. ഈ മൃഗീയതയുടെ ശക്തി അത് തെളിവായി വെളിവായി വരുന്നതാണ് എതിർ ക്രിസ്തു എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അവൻ മൃഗത്തെ പോലുള്ളവനായിരിക്കും. അതിൻ്റെ ശക്തിയാണ് വ്യാപരിച്ച് അല്പമായ നേട്ടത്തിന് വേണ്ടി അനേകരെ കൊന്നുകളയുന്നത്. അത് ഏതുമാകട്ടെ, ജഡസുഖത്തിന് വേണ്ടിയോ സമ്പാദ്യത്തിന് വേണ്ടിയോ സ്ഥാനത്തിന് വേണ്ടിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെല്ലാം മൃഗീയമായിട്ടുള്ളതാണ്. എന്നാൽ നമ്മളെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് അവൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് നാം ഒരിക്കലും മൃഗീയ സ്വഭാവമുള്ളവരല്ല. ദയയുള്ളവരും കരുണയുള്ളവരും അത് സ്നേഹമുള്ളവരുമായതുകൊണ്ടാണ് നാം കർത്താവ് നമ്മളോട് പറഞ്ഞത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം. ശത്രുക്കളെ പോലും സ്നേഹിക്കുവാൻ, ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. സ്നേഹരൂപനായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെടുന്ന ദൈവമക്കൾക്ക് മൃഗീയ സ്വഭാവം ഉണ്ടാകത്തില്ല. രണ്ട് ശക്തിയിലൂടെ വ്യാപരിക്കുന്നു. ഒന്ന് മൃഗീയ ശക്തി, രണ്ട് കുഞ്ഞാടിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവഭയവും ദൈവഗതവും ഉള്ളവരാണ് മനസ്സാക്ഷിയിൽ കത്തോണം ജീവിക്കുവാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെയും
ലോകത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വംശങ്ങളും പുരുഷാരകളും ജാതികളും ഭാഷകളുമായിരിക്കുന്ന ഈ ലോക സാഗരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനസ്സാക്ഷിയുള്ളവരുടെ കൂട്ടത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 7 മലയിൽ നിന്നുള്ളത് നമ്മൾ പഠിച്ച 4 സാമ്രാജ്യത്വങ്ങളെ, ബാബേൽ, മേദ്യ, പേർഷ്യ, ഗ്രീക്ക്, റോമ സാമ്രാജ്യത്തിൻ്റെ 4 പൂർവകാല സാമ്രാജ്യത്വങ്ങളുടെ സ്വഭാവ വിശേഷതകളെല്ലാം ഉള്ളവനായി ക്രിസ്തു അവരുടെ പിന്തുടർച്ചയായി വെളിപ്പെടുന്നു എന്നുള്ളതാണ് 7 മലയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ നാം കഴിഞ്ഞ നാം ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കുന്നത് 17-ാം അധ്യായം 12 മുതൽ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതിരാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തന്മാരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശിയെ ദേഷിച്ച് ശൂന്യവും നഗ്നമാക്കി അവിടെ മാംസം തിന്നു കളയുകയും അവിടെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവോളും തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്തെ മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ടും നമുക്ക് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് 10 കൊമ്പ് എന്താണെന്നുള്ളതാണ്. യേശുക്രിസ്തുവോട് കൂടെ നിൽക്കുന്ന 10 കൊമ്പ് ഏതൊക്കെയാണെന്നുള്ളതാണ്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് റോമൻ സാമ്രാജ്യത്തിനോടുള്ള ബന്ധത്തിൽ, ഇറ്റലിയോടുള്ള ബന്ധത്തിലാകുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത് ഗ്രീസിനോടുള്ള ബന്ധത്തിൽ ആണെന്നുള്ളതും വെളിപ്പെടുന്നു. അപ്പോൾ അവർ 2 രാഷ്ട്രങ്ങൾ, ഒന്ന് ഇറ്റലി, ഒന്ന് ഗ്രീസ്. പിന്നീട് ഈ അന്ന് നിൽക്കുന്ന ഈ 2 ശക്തികൾ, അത് 2 വ്യക്തികളായിട്ട് അവർ ഈ ലോകഭരണത്തെ നിയന്ത്രിക്കാൻ നിൽക്കുമ്പോൾ സാത്താൻ അവൻ്റെതായിട്ടുള്ള ഇംഗിതം നിറവേറ്റപ്പെടുവാൻ വേണ്ടി അവൻ സർവ അധികാരിയായിട്ട് ഭരണത്തലവനായിട്ട് ക്രിസ്തുവാകുന്ന റോമൻ സാമ്രാജ്യത്തിന് ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെയും ഉപദേഷ്ടാവായിട്ട് കള്ളപ്രവാചകനെ ഗ്രീക്ക് സാമ്രാജ്യത്തിന് പിന്തുടർച്ചയെന്നും ഒരുവനെ കൊണ്ടുവരുമ്പോൾ, ഈ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഹർമോദൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഈ ക്രിസ്തുവിനോടും അഥവാ ഇറ്റലിയാകുന്ന റോമൻ രാജ്യത്തോടും അതുപോലെ ഗ്രീക്ക് എന്ന രാജ്യത്തോടുമുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഗ്രീക്ക് എന്നുള്ളത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ തുടർച്ച എന്നാണ് കള്ളപ്രവാചകൻ വരുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ ഇറ്റലിയോടുള്ള ബന്ധത്തിലാണ് ഈ പറയുന്ന ക്രിസ്തു വരുന്നത്. നമുക്കത് വ്യക്തമായിട്ടങ്ങ് ഇന്ന രാഷ്ട്രമാണെന്ന് വെളിപ്പെടുത്തുകയല്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ഏകലോക ഭരണ സംവിധാനം കടന്നു വരുമ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതിൻ്റെ പിമ്പിൽ നിൽക്കുന്നത് ഇവരൊക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുകയും, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ഈ ക്രിസ്തുവിനോട് ഒരേ അഭിപ്രായത്തിൽ നിൽക്കുന്ന 10 രാഷ്ട്രങ്ങൾ അന്ന് ഏതൊക്കെയാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്ന് ഞാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നു. അതിനെ ആധാരമാക്കി നാം പഠിച്ചത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 83-ാം അധ്യായത്തെ അധികരിച്ചാണ് നാം അതേ സംബന്ധിച്ച് ചിന്തിച്ചത്. ഒന്നുകൂടി ഇന്ന് രാത്രി അത് ആവർത്തിക്കുന്നത്, ദൈവവചനത്തിൽ പറയാത്തതായിട്ടുള്ള കാര്യങ്ങളുമില്ല. അത് ഈ രാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിൽ അന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോടും അതിനോട് എതിർത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങളെക്കുറിച്ചും, കാരണം അവസാന അന്ത്യയുദ്ധം വരുന്നത് ഇസ്രായേലോടുള്ള ബന്ധത്തിൽ ഹർമോദൻ യുദ്ധത്തിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് അന്ന് ക്രിസ്തുവിനോടും കള്ളപ്രവാചകനോടും ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള
ഏകദേശമായിരിക്കുന്ന ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നത് 83 സങ്കീർത്തനത്തിൽ നിന്നാണ്. അതില് 2 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ, ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു, അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ജനത്തിന് നേരെ ഉപായം വിചാരിച്ച് അവരുടെ നേരെ, അവരുടെ ഗുപ്തന്മാരായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ആ ജാതിയെ ഇല്ലാതാക്കാൻ വേണ്ടി ദുരാലോചന കഴിക്കുന്നതിൽ 10 വംശങ്ങൾ അഥവാ 10 രാഷ്ട്രങ്ങളാണ് ഒന്നു ചേർന്ന് ആലോചന കഴിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് എന്ന് നാം പഠിക്കുമ്പോൾ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, പാലസ്തീനോടുള്ള ബന്ധത്തിൽ, ചെങ്കടലിനോടുള്ള ആ സമീപ പ്രദേശങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. അതുപോലെ മെഡിറ്ററേനിയൻ ബന്ധത്തോട് കിടക്കുന്ന, ഇസ്രായേലിന് ചുറ്റുമായി കിടക്കുന്ന രാഷ്ട്രങ്ങളെയാണ് ഇവിടെ അവർക്കെതിരെ നിൽക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇവർ ഒരുമിച്ച് കൂടുന്ന, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇതാണ്: ഇസ്രായേലിന്റെ പേര് ഞങ്ങൾ മുടിച്ചു കളയും, അഥവാ ഇസ്രായേൽ എന്നുള്ള ആ പേര് ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്നുള്ളത് നാം നിരവധി തവണ കേൾക്കാറുള്ളതാണ്. എപ്പോൾ പലസ്തീൻ അതുപോലെ മധ്യപൂർവേഷ്യയിൽ യുദ്ധം വന്നാലും അതിൻ്റെ അകത്ത് ഒരു പ്രധാന കക്ഷിയായി എപ്പോഴും നിലനിൽക്കുന്നത് ഇസ്രായേലാണ്. 1947 മടങ്ങി ഇവര് പ്രവാസികളായി പോയെന്ന എല്ലാ സ്ഥലത്തുനിന്നും ഇവർ വന്ന് 47 മെയ് മാസം 14 രാഷ്ട്രമായിട്ട് രൂപീകരിക്കപ്പെടുകയും അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്തുള്ള രാജ്യങ്ങളെല്ലാം കൂടി ഇവരെ ആക്രമിച്ചില്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധത്തിൽ അവരെപ്പോഴും നിൽക്കുന്നതിൻ്റെ കാരണം, യുദ്ധം കൂടാതെ ഇസ്രായേലിന് നിലനിൽക്കാൻ കഴിയത്തില്ല. അവർ വിശ്രമിച്ചാൽ അവരില്ലാതായിത്തീരും. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് അവിടെ സംഘർഷം കാണുന്നത്. എങ്കിലും പുറമേയുള്ള ഇത്രമാത്രം സംഘർഷാവസ്ഥ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സമാധാനവും ആ ദേശത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരുപാട് ശത്രുക്കൾ നമുക്കൊക്കെ ഒരു എന്തെങ്കിലും 1, 2, 3 വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര അസ്വസ്ഥരായിത്തീരുമല്ലേ? ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ ചുറ്റുമുള്ള സകലരും എതിരായിട്ട് നിൽക്കുമ്പോഴും ഇവരൊരു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിൻ്റെ മേലുള്ളത് കൊണ്ടാണ്. ആ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. അവരെ മുടിച്ചു കളയുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയ ചിന്തയല്ല. ഇത് അബ്രഹാമിൻ്റെ സന്തതിയായി, വാഗ്ദത്ത സന്തതിയായി അവരെ കനാനിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും വിധത്തിൽ യാക്കോബിൻ്റെ സന്തതിയെ ഇല്ലാതാക്കി തീർക്കുവാൻ മിസ്രൈമിൽ അവർ നോക്കി. അവർ ചെങ്കടലിൽ അവരെ നോക്കി ഇല്ലാതാക്കാനായിട്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന്, ദൈവം പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തത്തിൽ നിന്ന് മാറ്റുവാൻ ഒരു ശക്തി കഴിയും. കഥ പറഞ്ഞു, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വ്യവസ്ഥ ഇല്ലാതാകുന്ന കാലം വരെയും ഇസ്രായേലിനെ മുടിച്ചു കളവാൻ ഒരുത്തർക്കും കഴിയത്തില്ല എന്നുള്ളത് ദൈവിക പ്രവചനമാണ്. അപ്പോൾ ഇവർക്കെതിരായിട്ട് ദുരാലോചന കഴിച്ചിട്ട്, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞുകൊണ്ട് അന്ത്യയുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കും. എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ കള്ളപ്രവാചക ഉപദേശത്തോടുകൂടി 10 രാഷ്ട്രങ്ങൾ 10 കൊമ്പുകളായി കാണപ്പെടുന്നത് ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന രാഷ്ട്രങ്ങളാണ്. അവർ ആരൊക്കെയെന്ന് പറയുമ്പോൾ, ഒന്ന് ഏദ്യോമ്യർ. ഏദ്യോമ്യരെ കുറിച്ച് നമുക്കറിയാം, യേശാവിൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. ഇവർ കിടക്കുന്നത്, നമുക്ക് ആ രാജ്യത്തെ കുറിച്ച് ഇപ്പോൾ ഒരു മാപ്പെടുത്ത് വെച്ചിട്ട്, ലോക പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് വെച്ച് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഏത് വംശം എവിടെയാണ് കിടക്കുന്നുള്ളതിനെ കുറിച്ച്. ഇസ്രായേലിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചെങ്കടലിൻ്റെ ലെഫ്റ്റ് സൈഡിലായ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള ഭാഗങ്ങളാണ് എത്യോപ്യ വംശങ്ങൾ കിടക്കുന്നത്. അപ്പോൾ എത്യോപ്യർ ആ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണോ അവർ ഒരു കൂട്ടരാണ് ഇസ്രായേലിനെതിരായി നിൽക്കുന്ന ഒന്നാമത്തെ രാഷ്ട്രം. രണ്ടാമത്തെ ഇസ്മായേലിയർ.
നമുക്കറിയാം ഇതൊക്കെ യാക്കോബിന്റെ സ്വന്തം ആൾക്കാരാണ്, ഇസ്രായേലിന്റെ സ്വന്തത്തിൽപ്പെട്ടവരാണ് അല്ലേ. ഈ ഈ ഏതും യേശാവ് എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ സ്വന്തം സഹോദരനാണ്. യേശാവിന്റെ വംശത്തിൽപ്പെട്ടവർ, സെയീർ പർവ്വതത്തിൽ ഉൾപ്പെടുന്നവരാണ് യേശാവിന്റെ വംശം. ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അവരെ നമുക്കറിയാം. ഇസ്മായിൽ അബ്രഹാമിന്റെ മകനാണ് ഇസ്മായിൽ, ഹാഗർ പ്രസവിച്ച ഇസ്മായേലിയർ, അവരും ഇവർക്കെതിരായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോബാബിരും ഹഗ്യർ, ഇങ്ങനെ 4 രാഷ്ട്രങ്ങൾ. 5-ാമതായി പറഞ്ഞിരിക്കുന്നത് ഹെബാൽ, 6 അമ്മോന്യൻ, 7 അമാലോക്ക്, 8 ഫെലസ്തീർ, 9 സോർ, 10 അശൂർ. ഈ 10 രാഷ്ട്രങ്ങളാണ് അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. അപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതിൽ ഏറ്റവും അധികം മുൻപന്തി നിൽക്കുന്ന ലോത്തിന്റെ മക്കളായിരിക്കും, മോവാബിരും അമ്മോന്യരുമായിരിക്കും. അത് ഇപ്പോഴത്തെ ഏകദേശം രീതി വെച്ച് നോക്കിയാൽ ജോർദാനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ജോർദാനോട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന മോബാബി അമ്മോന്യർ എന്നുള്ള രീതിയിൽ. ഞാൻ അതേക്കുറിച്ച് പൊളിറ്റിക്കൽ മാപ്പ് വെച്ച് പഠിച്ചിട്ടില്ല. ദൈവം വെച്ചാൽ അതേക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഏകദേശം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തും അതുപോലെ തന്നെ പടിഞ്ഞാറായിട്ടും കിഴക്കായിട്ടും കിടക്കുന്ന വടക്കായിട്ട് കിടക്കുന്നവരും ഉൾപ്പെടുന്നതാണ് ഇവർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ സോർ എന്ന് പറയുന്നത് ലബാനോൻ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ലെബനോനാണ് സോറിനോട് ബന്ധത്തിൽ കാണുന്നത്. അശൂർ എന്നുള്ളത് സിറിയയാണ്. മോബാബിരും അമ്മോന്യരും അവരൊരുമിച്ചാണ്. അതൊരൊറ്റ രാഷ്ട്രമാണ്, പക്ഷെ 2 ജാതികളാണ്. അത് ലോത്തിന്റെ മക്കളാണ്. ലോത്തിന്റെ മക്കളായിരിക്കും അന്നത്തെ ഈ ഹർമോദൻ യുദ്ധത്തിൽ ഏറ്റവും അധികമായി ഇസ്രായേലിനെതിരെ നിൽക്കുന്നത്. ജോർദാൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഏദോമ്യർ, ഇസ്മായേലിയർ, മോബാബിയർ, ഹഗ്യർ, ഹെബാൽ, അമോന്യർ, അമാലോക്ക്, ഫെലസ്തീർ, സോർ, അശൂർ. ഈ 10 രാഷ്ട്രങ്ങളെയാണ് 10 കൊമ്പുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ പ്രവാചകന്മാരായിരിക്കുന്നവർ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ സങ്കീർത്തനമൊക്കെ എഴുതുമ്പോൾ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ആസാഫിന് ഇങ്ങനെയൊരു കാഴ്ചപ്പാട് ദൈവം കൊടുത്തു. വരാൻ പോകുന്ന അവസാനത്തെ യുദ്ധത്തിലേക്ക്, ഹർമോദൻ യുദ്ധത്തിലേക്ക് എതിർ ക്രിസ്തുവിനോട് കൂടെ, കള്ളപ്രവാചകനോട് കൂടെ നിൽക്കേണ്ട 10 രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശമായിരിക്കുന്ന ഒരു കാര്യം മനസ്സിലായി കിട്ടുന്നത്, ഇപ്പോൾ അന്ത്യസമയത്ത് അഥവാ ഹർമോദൻ യുദ്ധത്തിലേക്ക് വരുമ്പോൾ കള്ളപ്രവാചകനോട് കൂടെ നിൽക്കുന്ന കള്ളപ്രവാചകനോടും എതിർക്രിസ്തുവിനോട് കൂടി നിൽക്കുന്ന 10 രാഷ്ട്രങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഇവർക്ക് എല്ലാം ഒരൊറ്റ തീരുമാനമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. ഇപ്പോൾ ഈ 17-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ തന്നെ സംക്ഷേപിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 2 പ്രധാന കാര്യങ്ങളാണ് ഇത്രയും ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ രക്തം ചുരുക്കം. അതൊന്ന്, ഹർമോദൻ യുദ്ധത്തിൽ കുഞ്ഞാട ദൈവത്തോട് പോരാടേണ്ടതിന് വേണ്ടി. എന്തിനാണ് കുഞ്ഞാട് വരുന്നത്? ഇസ്രായേലിന്റെ രക്ഷകനായിട്ടാണ് വരുന്നത്. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, അവൻ നിന്റെ സഹായത്തിനായി ആകാശമേഘങ്ങളുടെ മേഘാരൂഢനായി വരുന്നുവെന്ന് ആവർത്തന പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്ന പ്രവചനം, അത് ഹർമോദൻ യുദ്ധത്തിന് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ യേശുവിനോട് പോരാടാൻ വേണ്ടി നിൽക്കുന്ന 10 രാഷ്ട്രങ്ങളെക്കുറിച്ചാണ് 83-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 83-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇന്ന് ഈ കാണുന്ന രാഷ്ട്രങ്ങൾ, ഈ ചെങ്കടലിനോട് സമീപത്ത് കിടക്കുന്ന, ഇസ്രായേലിന് ചുറ്റുമായി കിടക്കുന്ന രാഷ്ട്രങ്ങൾ ഒന്ന് ചേർന്ന ഒരു അഭിപ്രായത്തോടു കൂടി ഇറ്റലിയോടും ഗ്രീസിനോടും ഒക്കെ ചേർന്ന് നിന്ന് മറ്റുള്ള അതിനു മുമ്പുള്ള രാജ്യങ്ങളുള്ള എല്ലാ ബന്ധത്തിൽ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒന്നു ചേർന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടുമ്പോൾ അതിൽ പ്രബലമായി മുന്നിട്ട് നിൽക്കുന്നത് മോബാബിരും അമ്മോന്യരുമായിരിക്കും, ലോത്തിന്റെ മക്കളായിരിക്കും. അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി ബാക്കി 8 രാഷ്ട്രങ്ങളും ബാക്കി 4 സാമ്രാജ്യത്വങ്ങളുള്ള വേരുകളുള്ള രാഷ്ട്രങ്ങളും ഒന്നു ചേർന്നായിരിക്കും ഹർമോദൻ യുദ്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇവിടെ മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അന്ത്യയുദ്ധം എന്നുള്ളത് ഖയീൻ ഹാബേലിനെ കൊന്നു തുടങ്ങിയ യുദ്ധം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നത്
യേശു ക്രിസ്തുവിനെ അവര് യഥാർത്ഥമായിരിക്കുന്ന ഉടമസ്ഥനായിരിക്കുന്നവൻ വന്നപ്പോൾ അവനെ ജഡത്തിൽ ക്രൂശിച്ചു കൊല്ലുവാൻ അന്നത്തെ റോമൻ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ അവർ നിർവഹിച്ചതെടുത്തതാണ്. എന്നാൽ ഇനി അവർ പ്ലാൻ ചെയ്യുന്നത് യേശു ക്രിസ്തു മുഖാന്തരമായി അഥവാ ക്രിസ്തു മുഖാന്തരമായി ഉത്ഭവിച്ചിരിക്കുന്ന സഭയെ നിർമൂലനം ചെയ്യണം. അതുപോലെ വാഗ്ദത്തത്തിന്റെ സന്തതിയായിരിക്കുന്ന അബ്രാഹീമ സന്തതിയായിരിക്കുന്ന ഇസ്രായേലിനെ നിർമൂലനം ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ 2000 വർഷമായി ശത്രു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവസഭയെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സഭയെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുന്ന കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വചനവാക്തത്വങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ സഭ സ്ഥാപിതമായത് മുതൽ ശത്രു പല വിധത്തിൽ പ്രവർത്തിച്ചിട്ടും നിർമൂലനം ചെയ്യുവാൻ കഴിയാതിരിക്കുന്നത്. പലരും പറഞ്ഞില്ലേ, ബൈബിൾ ലോകത്തുനിന്ന് മുഴുവനും തുടച്ചു നീക്കപ്പെടുമെന്ന്. ഒരൊറ്റ ബൈബിൾ പോലും കാണിക്കത്തില്ലെന്ന്. എത്രയോ പേർ ഈ വചനത്തിനും ദൈവസഭയ്ക്കും എതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞതാ. പക്ഷേ ദൈവത്തിന്റെ സഭയാൽ, രക്തത്താൽ, അവന്റെ ജീവനാൽ പണിയപ്പെട്ട ദൈവസഭയെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുന്ന കഥ പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ജാതീയ ശക്തികൾ, പോരുകളെല്ലാം എഴുന്നേറ്റെന്നാലും ദൈവത്തിന്റെ സഭയെ പണിയും. അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസ്രായേലും കാണപ്പെടും. ഈ രണ്ടിനോടുമാണ് പോരാട്ടമുള്ളത്. അത് ദൈവസഭയുടെ ബന്ധത്തിലുള്ള പോരാട്ടം. അത് നമുക്കറിയാം. ദൈവസഭയുടെ പ്രധാനപ്പെട്ട എല്ലാ സ്വർഗദേശ പ്രായിക്കാനുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസ്രായേലിനോടാണ് പോരാടുന്നത്. അതാണ് കർത്താൻ രണ്ടാമത്തവരോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പോരാടുവാൻ വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം വന്നുകൂടുന്നത്. അപ്പോൾ രണ്ടാമത്തെ വിഷയം, വിവേകശൂന്യായിരിക്കുന്ന മൃഗമാന്യത ക്രിസ്തു ചുമന്നുകൊണ്ട് നിൽക്കുന്ന മർമ്മമഗതിയ ബാബിലോൺ എന്ന മഹാനഗരത്തെ ദേക്ഷിച്ച് അതിനെ തീ കൊണ്ട് നശിപ്പിച്ച് ശൂന്യമാക്കി കളയുന്നതിന്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഒരു മനസ്സോടുകൂടി നിൽക്കുന്നത്. 10 രാഷ്ട്രങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ, സകലതും നീ എന്തു പറയുന്നുവോ, ഏത് മൃഗമായിരിക്കുന്ന ഭരണകർത്താവ് എന്തു പറയുന്നുവോ അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റം വരാതെ രണ്ട് കാര്യത്തിന് വേണ്ടിയായിരിക്കും ഇവർ നിൽക്കുന്നത്. ഒന്ന്, ഇവർ ഇപ്പോൾ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഇവരുടെ ഇവർ പണിതുകൊണ്ട് വന്ന ആ രാഷ്ട്രമായിരിക്കുന്ന മർമ്മം മഗതിയം ബാബിലോൺ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കി കളയുക. 2, അന്ത്യയുദ്ധമാകുന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ആയുധങ്ങളിൽ നിന്ന് ഹർമോദ യുദ്ധത്തിൽ കുഞ്ഞാടിനോട് പോരാടാൻ വേണ്ടി ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ എതിർ ക്രിസ്തുവിന് ലോകരാജ്യങ്ങളിൽ ഭൂരിഭാഗവും പിന്തുണ കൊടുക്കുമെങ്കിലും അവരുമായി ഒരേ അഭിപ്രായത്തോടെ നിൽക്കുന്നത് 10 കൊമ്പുകളാണെന്ന് 83-ാം സംഘത്തിൽ പറയുന്ന 10 രാഷ്ട്രങ്ങളാണ്. അവർ ഒന്നിച്ച് അധികാരം പ്രാപിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ഈ വെളിപ്പാട് പറഞ്ഞിരിക്കുന്ന മർമ്മമഗതിയം ബാബിലോണിനെ ദേക്ഷിച്ച് ആ മഹാനഗരത്തെ ഇല്ലാതാക്കി കളയാൻ വേണ്ടിയാണ്. അപ്പം അതേക്കുറിച്ചാണ് പ്രതികാര ദിവസമുള്ള ബന്ധത്തിൽ മർമ്മമഗതിയം ബാബിലോണിന്റെ ന്യായവിധി പറയുന്നത്. അത് നിർവഹിക്കുന്നത് ആരാണോ ഇവളെ പണിത് കൊണ്ടുപോയി ഉയർത്തിയത്, ആരാണോ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അവർ തന്നെ ദേക്ഷിച്ച് ഇല്ലാതാക്കി ചുട്ടുകളയുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അത് നിറവേറ്റുമ്പോൾ ഇത് നിറവേറ്റപ്പോൾ എന്ത് കാര്യവും ദൈവം ചെയ്യുന്നതിന് മുമ്പ് മാനസാന്തരത്തിനുള്ള അവസരം കൂടി നടക്കും. ഏത് പ്രതികാരം അല്ലെങ്കിൽ ശിക്ഷ നടക്കുമോ അതിന് മുമ്പായി മാനസാന്തരത്തിലുള്ള സമയം കൊടുക്കാറുണ്ട്. ദൈവം നീതിമാനായതുകൊണ്ട് എപ്പോഴും നീതിയുള്ള ദൈവം മനുഷ്യനെ നശിപ്പിക്കുന്നതിന് മുമ്പായി മാനസാന്തരത്തിനുള്ള സമയം കൊടുക്കാറുണ്ട്. നമുക്കറിയാമല്ലോ, പുരാതന ലോകത്തെ ദൈവം വെള്ളം കൊണ്ട് ന്യായം വിധിച്ചപ്പോൾ അന്നും മാനസാന്തരത്തിനുള്ള സമയം ദൈവം ഒരുക്കി കൊടുത്തിരുന്നു. എന്നാൽ അവരാരും തന്നെ ചെവിക്കൊണ്ടില്ല. എല്ലാവരും ഈ പറഞ്ഞ അശുദ്ധിയിൽ, പാപത്തിൽ, മ്ലേച്ഛതയിൽ മുഴുകി 8 പേരൊഴികെ ബാക്കി മുഴുവനും മുങ്ങിപ്പോയി. എന്നാൽ ദൈവം ചെയ്യേണ്ട ദൈവിക ശുശ്രൂഷ
നീതിപ്രസംഗിയായ നീതിപ്രസംഗിയായ നോഹ ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ ഈ മർമ്മമഗ്ധിയും ബാബിലോണിനെ നശിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ ദൈവം അതിൻ്റെ ന്യായവിധിക്ക് മുമ്പായി ദൈവം അവിടെ അവർക്ക് മാനസാന്തരപ്പെടുവാനുള്ള വഴികളോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു ദൂതനെ അയച്ച് സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ ബാബിലോണിന്റെ ന്യായവിധി ആരംഭിക്കുന്നതിന് മുമ്പ് നിത്യസുവിശേഷം ഒരു ദൂതൻ സകല ജാതികളോടും അറിയിക്കുന്നതിനെ കുറിക്കുന്നു. അപ്പം അതിനുശേഷമാണ് ഈ മർമ്മമഗ്ധിയാം ബാബിലോണിന്റെ ന്യായവിധി ഈ രാഷ്ട്രങ്ങളെല്ലാം കൂടി ഇവിടെ ദീക്ഷിച്ച് ഇല്ലാതാക്കി കളയുന്നു. അതേക്കുറിച്ചും പഠിക്കാൻ വേണ്ടി വെളിപ്പാട് ദിവസം 14 അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചില ഭാഗത്തുനിന്ന് അധ്യായങ്ങൾ നമ്മൾ എടുത്ത് ചില ഭാഗങ്ങൾ വായിക്കുന്നു. എന്നാൽ വെളിപ്പാട് സ്വീകരിക്കുന്ന 404 വാക്യങ്ങളും വ്യാഖ്യാനിക്കപ്പെടണം. ഒരു ഭാഗം പോലും വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ പാടില്ല. അപ്പോൾ അത് മുഴുവനും നമ്മൾ വ്യാഖ്യാനിക്കുന്നതായിരിക്കും. 14 അധ്യായത്തിൻ്റെ 1 മുതൽ അതിൻ്റെ 5 വരെയുള്ള പാരഗ്രാഫ് നമ്മുടെ ഒന്നാമത്തെ പുനരുത്ഥാനം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ ഇവിടെ ഈ 6-7 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, വേറൊരു ദൂതൻ ആകാശമധ്യ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവൻ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ മനുഷ്യരായ നമ്മളാണ് സുവിശേഷം അറിയിക്കുന്നത്. അപ്പോൾ കൃപായുഗമായതുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അത് സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കുകയും അനേകര് ദൈവഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തെങ്കിലേക്ക് അടുക്കുമ്പോൾ ഈ സുവിശേഷം അറിയിക്കുന്നത് ഒരു ദൂതനെ ദൈവം അയച്ചിട്ടാണ്. അപ്പോൾ സകല ജാതികളും സുവിശേഷം കേൾക്കും എന്നുള്ളത് നിവൃത്തീകരിക്കപ്പെടണം. മനുഷ്യർ അവൻ്റെ കഴിവ് കൊണ്ട് എത്രമാത്രം സുവിശേഷം അറിയിച്ചാൽ അതിനെല്ലാം പരിമിതികളുണ്ട്. നാം എത്രമാത്രം പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്ത് പ്രിന്റ് ചെയ്താലും, നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊന്നും പൂർണ്ണതയിലേക്ക് എത്തത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, യേശു കർത്താവ് വരുന്നതിന് മുമ്പായി സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ജാതികളും അറിയുമെന്ന് പറയുമ്പോൾ ഈ സകല ഭാഷകളും ഗോത്രവും വംശവും അവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ നിത്യമായിട്ടുള്ള ഒരു സുവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പലർക്കും സംശയമുണ്ടാകുന്നത്, അങ്ങനെ ഒരു സുവിശേഷം അറിയിക്കുന്നെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ പറയുന്ന സുവിശേഷമല്ല, മറ്റൊരു സുവിശേഷമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അത് സുവിശേഷം ഒന്നേ ഉള്ളൂ. അപ്പം കർത്താവ് അറിയിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള സുവിശേഷമല്ലാതെ വേറൊരു സുവിശേഷമില്ല. അത് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തെന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. അതോടെ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് അല്ലാതെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ വന്നറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം അയച്ച് പറയിക്കുന്ന ആ സുവിശേഷം, ദൂതനറിയിക്കുന്ന സുവിശേഷം ശപിക്കപ്പെട്ട ഒരു സുവിശേഷമല്ല. അനുഗ്രഹിക്കപ്പെട്ട പൗലോസും പത്രോസും നമ്മളും ഒക്കെ അറിയിച്ച ആ സുവിശേഷം തന്നെയാണ് അറിയിക്കുന്നത്. അതിന് തെളിവായിട്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, വേറൊരു സുവിശേഷം ഇല്ല. നിത്യസുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു സംബന്ധമായ സുവിശേഷമാണ്. 1-ാം അധ്യായത്തിൽ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പറഞ്ഞാൽ ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആകുന്ന സുവിശേഷം. അപ്പോൾ ക്രിസ്തു മുഖാന്തരമുള്ള സുവിശേഷത്തെയാണ് ദൂതനും നിത്യസുവിശേഷമായി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഞങ്ങൾ അറിയിച്ച അതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ച ശപിക്കപ്പെടുമ്പോൾ ഇത് ഈ ശാപത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൂതനല്ല, ദൈവം അയച്ചിരിക്കുന്ന ദൂതൻ തന്നെ വെളിപ്പെടുത്തി പറയുകയാണ്, പകൽ നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പീൻ,
അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുകളും ഉണ്ടാക്കിയ നമസ്കരിപ്പീനെന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിന് തെളിവായിട്ട് ചില പ്രവചനങ്ങൾ കൂടി നമ്മൾ പഠിക്കുന്നതായിരിക്കും നമ്മുടെ സംശയം മാറാൻ വേണ്ടി. ഒന്ന്, നിത്യസുവിശേഷം എന്നുള്ളത് അത് പൗലോസിന്റെ സുവിശേഷമാണ്, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ സുവിശേഷമാണ്, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് സുവിശേഷം, ബാക്കി ഒരു സുവിശേഷമില്ല. അപ്പോൾ അത് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാലും അതിനുശേഷവും രണ്ടാമത്തെ വരവ് വരെ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അതിനാൽ മീതെ മറ്റൊരു സുവിശേഷം ഇല്ല എന്നുള്ളത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു സുവിശേഷം ഇല്ല. അങ്ങനെ വേറൊരു സുവിശേഷം ആരെങ്കിലും പറഞ്ഞാൽ അവർ ശപിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ ദൂതൻ വന്ന് പ്രസ്താവിക്കുന്ന സുവിശേഷവും നിത്യസുവിശേഷവും യേശു കേന്ദ്രീകൃതമായിരിക്കും. ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത സുവിശേഷമെല്ലാം പൈശാചികമാണ്, അത് ശാപത്തിനുള്ളതാണ്, അത് ദുരുപദേശമാണ്. ഏത് സുവിശേഷം ആര് പറഞ്ഞാലും ക്രൈസ്റ്റ് ഓറിയന്റഡ് ആയിരിക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത ഒരു സുവിശേഷ പ്രസംഗങ്ങളും യാഥാർത്ഥ്യമുള്ളതല്ല. മറ്റൊന്നിലും രക്ഷയില്ലാത്തതുകൊണ്ട് യേശു ക്രിസ്തു മഹാന്തരമാണ് നിത്യരക്ഷയുടെയും നിത്യസമാധാനത്തിൻ്റെയും അതേ സന്ദേശം സകല മനുഷ്യരോടും അറിയിക്കാനുള്ള സുവിശേഷം അത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് എന്നുള്ളത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇനി ആര് പഠിപ്പിച്ചാലും ഈ സുവിശേഷം മറ്റൊരു സുവിശേഷമാണെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ വാക്യം വെച്ചുകൊണ്ട് അതിനെ ഖണ്ഡിച്ചു കളയാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തെ നാം ആരൊക്കെ വ്യാഖ്യാനിച്ചാലും വചനത്തിൻ്റെ സത്യം കൊണ്ട് നാം അതിന് ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ ദുരുപദേശങ്ങളെല്ലാം പമ്പ കടക്കും. പക്ഷേ ഈ വചനത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ കാര്യം എടുത്തു കാണിക്കാതെ എത്ര ചർച്ച നടത്തിയാലും എത്ര പ്രസംഗം കേട്ടാലും ആരെല്ലാം ഡിബേറ്റ് നടത്തിയാലും ഒരു കാര്യവുമില്ല. എന്നാൽ വചനത്തിന് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന ഏത് കാര്യങ്ങളെയും വചനം കൊണ്ട് തെളിയിക്കണം. അവിടെയാണ് നമുക്ക് വചനത്തിൻ്റെ സ്വാതന്ത്ര്യം വെളിപ്പെടാൻ സാധിക്കുന്നത്, അതിൻ്റെ സത്യം വെളിപ്പെടുത്തുന്നത്, അത് സത്യമാണെന്ന് വെളിപ്പെടുത്തുന്നത്, അത് സുവിശേഷമാണ്, സത്യവചനമാണെന്ന് വെളിപ്പെടുത്തുന്നത് മറ്റൊരു വചനം കൊണ്ട് തെളിയിക്കപ്പെടുമ്പോഴാണ്. ഇതിനകത്ത് ഇനിയും നാളെ ഒരു സംശയം ആർക്കും ഉണ്ടാകത്തില്ല. ഈ ദൂതനെ അറിയിക്കുന്ന സുവിശേഷം വേറെ സുവിശേഷമാണെന്നൊക്കെയുള്ള ട്രാൻസ്ലേഷനോ പഠിപ്പിക്കുകയോ ഒക്കെ ഉണ്ട്. കാരണം സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സുവിശേഷമില്ല, സഭയില്ലാത്തതുകൊണ്ട് പരിസരമില്ലാത്തതുകൊണ്ട് ഇവിടെ സ്നാനമില്ല, രക്ഷയില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷേ സഭയുടെ ശേഷിപ്പുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. യേശു അറിയിച്ച സുവിശേഷം നിത്യസുവിശേഷം, ക്രിസ്തു ഓറിയന്റഡ് സുവിശേഷം കർത്താവിൻ്റെ 2-ാമത്തെ വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ദൂത് അറിയിക്കാൻ വേണ്ടി ദൈവം വിവിധ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവത്തിൻ്റെ കൽപ്പനയാൽ സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന് ദൂത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിരവധി തെളിവുകളുണ്ട്. നമുക്ക് യേശുവിൻ്റെ കന്യാജനനത്തെക്കുറിച്ച് യശയ്യാപ്രവാചകൻ പ്രവചിച്ചത് തികവെങ്കിൽ അത് സ്വർഗീയ ദൂതൻ ഇറങ്ങി വന്ന് മറിയോട് നേരിട്ട് സംസാരിച്ചു. പ്രവചനാത്മാവിൽ എഴുതി വെച്ച ആ പ്രവചനം യെശയ്യാ 7-ാം അധ്യായം 14-ാം വാക്യം വായിച്ച് പരിചയമുള്ളതായിരുന്നു മറിയ, യോസഫ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ ഭക്തന്മാരാ, പഴയ നിയമത്തെ മുഴുവൻ വായിച്ച് കേട്ടിട്ടുള്ളവരാ. ഇവരൊക്കെ ദൈവത്തിൻ്റെ ആലയത്തിൽ വായിച്ച് കേൾക്കുന്ന വചനം മുഴുവനും അതവർ മനസ്സിൽ ഗ്രഹിക്കുമായിരുന്നു. അതുകൊണ്ടാണ് യെശയ്യാ 7-ാം അധ്യായം 14-ാം വാക്യം അത് നിവൃത്തിയിരിക്കേണ്ട സമയമായപ്പോൾ ദൈവം സ്വർഗദൂതനെ മറിയുടെ അടുത്തേക്ക് അയച്ചപ്പോൾ ഇവളത് വിശ്വസിക്കാൻ കാരണമായി തീർന്നത് ഈ വചനം അറിയാവുന്നത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം അതിനു വേണ്ടിയാണ് പഠിക്കുന്നത്, വായിക്കുന്നത്, മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ മറിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയും, എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് കൈമാറത്തേയുള്ളൂ. പക്ഷേ അവൾക്കറിയാമായിരുന്നു. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ യെശയ്യാ പ്രവചിച്ചിരിക്കുന്ന പ്രവചനം വായിച്ചു കേട്ടിട്ടുള്ള അവൾക്ക് അറിയാമായിരുന്നു ഇത് നിവൃത്തിയാകേണ്ടതാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവൾ സമ്മതിച്ചത്. അപ്പോൾ
ദൈവവചനം അറിയാത്തവരോ ഒന്നും അറിയാത്തവരുടെ അടുത്തേക്കല്ല ഗബ്രിയേൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 7-ാം അധ്യായത്തിൽ അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വചനം വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തു ജനനത്തിന് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന, പക്ഷെ അത് എത്രമാത്രം ആണ് എന്നുള്ളത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ അതുവരെ സംഭവിക്കാത്തൊരു കാര്യം സംഭവിക്കുമെന്നുള്ളത് യേശയ്യാ പ്രവചിച്ചു. പക്ഷേ ഇത് വായിച്ച അനേകര് ഒരുപക്ഷെ അത് വലിയ കാര്യമായി ചിന്തിച്ച് കാണത്തില്ല. എന്നാൽ ഇത് വായിച്ച മറിയയും ജോസഫിനെ പോലുള്ളവരൊക്കെ ദൈവത്തിൻ്റെ കാലമടുക്കുമ്പോൾ, പ്രവചന നിവൃത്തിയെണ്ണമെടുക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ പ്രവചനാത്മാവിൽ നിവൃത്തിയിരിക്കേണ്ട കാര്യങ്ങളെ ചിലരുടെ ഹൃദയങ്ങളിൽ ദൈവം ഓർപ്പിക്കും. അവരാണതിന് കീഴ്പ്പെട്ടു കൊടുക്കുന്നത്. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് ചിലരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം പതിപ്പിക്കും. ഇന്ന് രാത്രി സന്ദേശം പറയുമ്പോൾ 2000 വർഷമായി യേശുക്രിസ്തു വരുമെന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു തലമുറകൾ എത്രയോ കഴിഞ്ഞുപോയി. 4 ദിവസങ്ങളിൽ അതങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ലോകത്തിൽ നിൽക്കാൻ പോകുന്ന ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുമ്പോൾ മനസ്സിലാകുക, യേശു കർത്താവ് മധ്യാകാശത്ത് വരുവാൻ സമയമായെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാലഘട്ടങ്ങൾ 100 വർഷം മുമ്പും ഇത് പഠിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട് കർത്താവ് വരുമെന്നുള്ളത് മധ്യാകാശം. എന്നാൽ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ഇത് ഈ പ്രവചനത്തെ ശിരസ വഹിക്കുന്ന, ഹൃദയത്തിൽ വഹിക്കുന്ന എത്രയോ വിശുദ്ധന്മാർ ലോകത്തിലുള്ള അതിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും, അല്ലേ? അങ്ങനെയാണെങ്കിൽ അന്ന് യെശയ്യാ പ്രവചിച്ച പ്രവചനം അതിൻ്റെ കാലത്തികവായപ്പോൾ, അത് സംഭവിക്കേണ്ട സമയമായപ്പോൾ മറിയെപ്പോലുള്ളവരെ വായിച്ചത് ഗ്രഹിപ്പിച്ചിരുന്നു, മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഞാനൊരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയമാകുമ്പോൾ അതിൻ്റെ പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടേണ്ടത് ആരിലൂടെ നിവർത്തീകരിക്കപ്പെടണമോ അവർക്കത് തെളിവായി തെളിയിച്ചു കൊടുക്കും. അതാണ് ദൈവം ചെയ്തത്. അപ്പോൾ യേശുവിൻ്റെ കന്യാജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, ആ പ്രവചനത്തെ അത് ശിരസാവഹിച്ചുകൊണ്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കന്യകയായ മറിയയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അവൾ അത് ഏറ്റെടുത്തു. അവൾ പറഞ്ഞു, അത് അവൾക്ക് ആ വചനം ഓർമ്മ വന്നു. ഇങ്ങനൊരു പ്രവചനമുണ്ടല്ലോ, അതെന്നിൽ നിവൃത്തിയാകട്ടെ. എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവത്തിന് കാര്യം അസാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഏറ്റെടുക്കാൻ കാരണം ആ കാലഘട്ടത്തിൽ ആ വചനം ഓർപ്പിച്ചത് അവളെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കർത്താവിന് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, യേശു കർത്താവ് വരുവാൻ സമയമായെന്നുള്ളത്. എത്ര പേരിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന് വരുവേണ്ടി ഒരുക്കത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വെമ്പൽ കൊള്ളുന്ന സമയത്താണ് ഇത് സംബന്ധമായ വിഷയങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ദൈവം ഒരു ഗബ്രിയേലിനെ ഒരു സ്ത്രീയുടെ അടുത്ത് അയച്ചില്ല. എന്നാൽ അതിൻ്റെ സമയമായപ്പോൾ ഗബ്രിയേൽ ദൂതനിറങ്ങി വന്ന് മറിയയോട് ഈ സന്ദേശം അറിയിച്ചു. അപ്പോൾ കർത്താവായ അതുപോലെ യോസഫിനോടും സ്വപ്നത്തിൽ അള്ളിച്ചെതിരുന്നു. ഇപ്പോൾ യോസഫിനും ഇത് മനസ്സിലായി ഈ പറയുന്ന കാര്യം സംഭവിക്കുന്നുള്ളത്. ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വചനം കേട്ട് മനസ്സിലാക്കി സാധാരണ മനുഷ്യരായതുകൊണ്ട് ഒരു സംശയം കൂടാതെ അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചവരായിരുന്നു. നമ്മളും എപ്പോഴെങ്കിലും അല്പമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് അതിന് തോന്നിയൊന്നും ശരിയല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾ ചിന്ത വരാറില്ലേ? ചിന്ത വരത്തില്ലേ? അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ വരും. മനസ്സിൻ്റെ ബുദ്ധി കൊണ്ട്, നമ്മുടെ സ്വന്തം ചിന്ത കൊണ്ട് ചിന്തിച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു കാര്യമുള്ളതല്ല എന്ന് ചിന്തിച്ചു പോകും. ആലോചിച്ച് നോക്ക്, മനുഷ്യനെ പിടിച്ച് തീയിലേക്ക് ഇടുന്നു, മരിച്ചു കഴിയുമ്പോൾ പാവം ചെയ്തതിനെ തീയിലിട്ടിടുന്നു, കുറച്ച് പേരെ മാറ്റി നിർത്തുന്നു,
ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടില്ല, എൻ്റെ മനസ്സ് വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഇതൊക്കെ ഇത് എങ്ങനെ മനസ്സിലാക്കി എടുക്കുമെന്ന് ചിന്തിച്ചു. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൻ്റെ ചിന്തകളുള്ള ചിന്തകളാണ്. പക്ഷെ അതിനപ്പുറമായി ദൈവവചനത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊട്ടും പൊടിയും മാറാതെ അത് അങ്ങനെ തന്നെ നിറവേറപ്പെടുമെന്ന് ഒരു ശിശുവിനെ പോലെ ഞാൻ വിശ്വസിക്കുമ്പോഴാണ് അതെന്നിൽ പ്രവൃത്തിയാകുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ബുദ്ധി കൊണ്ട് ദൈവവചനം വായിച്ചാൽ ഇതിൻ്റെ അകത്ത് ഒന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതിനെ വിശ്വസിക്കാനോ കഴിയത്തില്ല. 2000 മുമ്പ് യേശു വന്ന് മരിച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ ഇനി നരകം ഒരുക്കി വെച്ചെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ ജ്ഞാനികൾ അങ്ങനെ ചിന്തിക്കും, ജ്ഞാനികൾക്ക് വിവേകികൾ അങ്ങനെ ചിന്തിക്കും. വിചാരിക്കും ഇവിടം കൊണ്ടൊക്കെ തീർന്ന് നല്ല മനുഷ്യരായിട്ട് ജീവിച്ച് നന്മ ചെയ്ത് ഇവിടുന്ന് കാലയവനിക്കുള്ളിൽ മറക്കുക, ഇവിടം കൊണ്ട് തീരും എന്നുള്ളത് ജ്ഞാനികൾ വിവേകികൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ അവർ നല്ല മനുഷ്യരാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർ ചിന്തിക്കുന്നത് ജീവനോടിരിക്കുമ്പോൾ ചെയ്യാവുന്ന നന്മയൊക്കെ ചെയ്യുക, നാളെ എന്നുള്ളത് സ്വർഗം നരകം എന്നൊക്കെയുള്ളത് വെറും വ്യാമോഹങ്ങളാണ്, അതൊന്നും ഉള്ളതല്ല. നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ജീവിക്കുക, നന്മ ചെയ്യുക, നാളെ ഇല്ലല്ലോ, മരിക്കുക എന്നുള്ള ചിന്താഗതി ഉള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മറുഭാഗത്ത് ലോകത്തെ എൻജോയ് ചെയ്യണം, മാക്സിമം എൻജോയ് ചെയ്യുക, നാളെ ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള നിലവിൽ ചിന്തകളുണ്ട്. ഞാനിങ്ങനെ വിവേകികളുമാണ് ചിന്തിക്കുന്നത്, ഞാൻ പരമാവധി ഉപകാരം ചെയ്യും. നമുക്കറിയാം, എത്രയോ നല്ല ഉപകാരം ചെയ്യുന്ന പല ഉപകാരികളെ കണ്ടിട്ടുണ്ട്, പ്രസ്ഥാനങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസമില്ല, നരകത്തെക്കുറിച്ചുള്ള വിശ്വാസമില്ല. അവരങ്ങനെ ഉണ്ടെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അവരൊക്കെ പറയുന്നതൊക്കെ മൂഢസ്വർഗത്തിലാണെന്നാണ്. കാരണം അത് മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ഞാനിന്ന് രാത്രി പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ശിശുവിനോട് എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി അമ്പിളിയമ്മനെ കാണുമ്പോൾ എനിക്കത് പിടിച്ചു തരാമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക, പിടിച്ചു തരാം മകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വിശ്വസിക്കും. വിശ്വസിക്കും. എന്നാൽ തിരിച്ചറിവായി കഴിയുമ്പം ആ കൊച്ചമ്മോട് ചോദിക്കുമോ? അമ്പിളിയമ്മാവനെ പിടിച്ചു തരാൻ നമ്മളോട് പറയുമോ? പറയത്തില്ല. കാരണം എന്താ? അവനറിയാം അത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളത്. എന്നാൽ ശിശുവായിരിക്കുമ്പോൾ അവൻ നമ്മുടെ കൈയെ പിടിച്ചു നടക്കുമ്പോൾ അവൻ പറയും, എന്നത് പിടിച്ചുതരാമോ? നഴ്സലെ കാണിച്ചുകൊണ്ട് എനിക്കതിനെ പിടിച്ചുതരാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, പിടിച്ചുതരാമോ എന്നെ എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. പിന്നീട് പ്രായമാകുമ്പോൾ, ജ്ഞാനം വന്നു കഴിയുമ്പോൾ, വിവേകം വന്നു കഴിയുമ്പോൾ ആ ചോദ്യം ചോദിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മളും ജ്ഞാനികളും വിവേകികളുമായിട്ട് ദൈവത്തോട് ബന്ധത്തിലിരുന്നാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം, ഈ ലോകത്തിൻ്റെ വിവേകത്തിൻ്റെ ശക്തി കൊണ്ട് വചനം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു ശിശുവിനെ പോലെ ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സംഭവിക്കുമെന്ന് ഒരു വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം ഉപകാരപ്രദമായി തീരുകയുള്ളൂ. കേട്ട വചനം അവർക്ക് ഗുണകരമായി തീരണമെങ്കിൽ, അത് പ്രയോജനകരമായി തീരണമെങ്കിൽ, അതവർക്ക് പ്രയോജനകരമായി തീർന്നില്ലെന്ന് അറിയിക്കുന്നത്. അത് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും ചിന്തിച്ചപ്പോൾ ഈ പാരമ്പര്യം വിടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ആരാധന വിടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നത്? ദൈവത്തെ എന്നെ ഇവിടെ നിന്നുകൂടെ എന്നെ അനുഗ്രഹിക്കത്തില്ലേ എന്നൊക്കെയുള്ള നിരവധി ചിന്തകൾ വരുമ്പോൾ, അവർ ആ നിൽക്കുന്ന കെട്ടുപാടിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ, നാം ഇതെല്ലാം മറന്ന് മരിക്കാൻ തയ്യാറായി ഒരു ശിശുവിനെ പോലെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നത്. ലോകത്തിന് നാം മരിച്ചു. ലോകചിന്തകൾക്കും ജ്ഞാനത്തിനും വിവേകത്തിനും മരിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാനിടയെത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ ആ വളർച്ച പ്രാപിക്കുന്നതോടൊപ്പം ദൈവവചനത്തിനെതിരായി ചിന്തിക്കുന്നതായിട്ടല്ല, രാത്രിയിൽ ദൈവവചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നവരാണ്. യാഥാർത്ഥ്യമാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഓരോ വചനങ്ങളും നിവൃത്തിയിരിക്കപ്പെട്ട സമയത്ത് നിവൃത്തിയിരിക്കപ്പെട്ടല്ലോ. അപ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചെങ്കിൽ, അത് കന്യകയായ മറിയയിൽ നിവൃത്തീകരിക്കപ്പെട്ടെങ്കിൽ ബാക്കി യെശയ്യാവ് എഴുതിയിരിക്കുന്ന പ്രവചനവും നിവൃത്തീകരിക്കപ്പെടും.
അപ്പോൾ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിർവൃത്തീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസം ദൈവവചനം വായിക്കുന്ന നമുക്കുണ്ടായിരിക്കണം. നമുക്കെന്തെങ്കിലും സംശയം വന്നാൽ അത് മനസ്സിലാകാത്തതുകൊണ്ടുള്ള വിഷയമാണ്. അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ദൈവം സമയാസമയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ വേണ്ട രീതിയിൽ വെളിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഓർക്കുക. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് സ്വർഗദൂതനെ ഇറങ്ങി വന്ന് അതിൻ്റെ കാലത്തേക്കെങ്കിലേക്ക് വരുമ്പോൾ അത് വെളിപ്പെടുത്തി കൊടുക്കുമെന്നുള്ള തെളിവാണ്. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം സുവിശേഷം ആദ്യം അറിയിച്ച ദൂതനാണ്. ഈ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ആദ്യം വന്ന് പറഞ്ഞത് ദൂതനാ പറഞ്ഞത്. സുവിശേഷം പറഞ്ഞ് ആരംഭിച്ച ദൂതനാണെങ്കിൽ സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും ദൂതനായിരിക്കും. മനുഷ്യനല്ല ആദ്യം ദൂത് പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യമായി സുവിശേഷം അറിയിച്ചത് ദൂതനാണ്. അപ്പോൾ ദൈവം വന്ന് അബ്രഹാമിനോട് പറഞ്ഞ സുവിശേഷം അറിയിച്ച അബ്രഹാമിനോട്. അപ്പോൾ ആ സുവിശേഷം യഥാർത്ഥമായി ദൂതന്മാർ ഇറങ്ങി വന്ന് ആട്ടിടയന്മാരോട് സംസാരിച്ചു എന്നുള്ളത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയും ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ അന്ന് സുവിശേഷം അറിയിച്ചത് ദൂതനാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചത് ദൂതനാണ്. 2-ാം അധ്യായം ഇതിൻ്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെടിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവിടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ സുവിശേഷം ആദ്യം അറിയിച്ചത് സഭയുടെ ആൾക്കാരല്ല. സുവിശേഷം ആദ്യം അറിയിച്ചത് ദൂതന്മാരാകുന്നു. നിങ്ങളുടെ സുവിശേഷം എന്താണെന്നറിയാവോ? സർവജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. കാണുമെന്ന് പറഞ്ഞാൽ കാണും, കണ്ടിരിക്കും. ദൈവം പറഞ്ഞാൽ നിവർത്തിയിരിക്കും. ഉടൻ തന്നെ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്വർഗീയ സൈന്യം ഒരുമിച്ച് പാടിയതൊന്നും മറ്റാരും കേട്ടില്ല. ഉറങ്ങിപ്പോയത് കൊണ്ടല്ല, കേൾപ്പിക്കേണ്ടവരെ മാത്രം കേൾപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എന്നാലും രാത്രി പാടിയതുകൊണ്ട് എല്ലാവരും ഉറക്കം ഉറങ്ങിയത് കൊണ്ടല്ല. ബാക്കി എത്രയോ ആട്ടിടയന്മാരുണ്ടായിരുന്നു, എല്ലാവരും കേട്ടില്ലല്ലോ. പക്ഷേ ദൂതൻ ഇവിടെ അടുത്ത് വന്ന് സന്ദേശം അറിയിക്കുകയും സ്വർഗത്തിൽ ആകാശ സൈന്യങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ ജനനത്തെ പാടി പുകഴ്ത്തുകയും ചെയ്തു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. സ്വർഗീയ സൈന്യത്തിന് ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. ഒരു വലിയ സംഭവമാണ് യേശുവിൻ്റെ ജനനം എന്നുള്ളത് അവർ തന്നെ പറയുക. മറിയോട് പറഞ്ഞു നീ ഗർഭിണിയാകുമെന്നുള്ളത്. ജോസഫിനോട് പറഞ്ഞു ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. ആട്ടിടയന്മാരോട് പറഞ്ഞു ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ജനിക്കുന്നതിന് മുമ്പ്, ഉദരത്തിഴുവാകുന്നതിന് മുമ്പ് പ്രവചനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മറിയയോട് പറഞ്ഞു നിന്നിൽ ഉരുവാകാൻ പോകുന്നു. അതിന് സംശയമുണ്ടായിരുന്ന അവളെ ഭർത്താവായി അവൾ ഭാര്യയായി കൊണ്ടുനടക്കേണ്ട യോസഫ് നീതിമാനായിരുന്നു. അവനോട് പറഞ്ഞു നീ സംശയിക്കേണ്ട, പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിവൃത്തിയാകുന്നതെന്ന് പറഞ്ഞു. 3, അവൻ ജനിച്ചപ്പോൾ
ഈ സംഭവം സ്വർഗീയ സൈന്യത്തിലെ ദൂതന്മാർ പാട്ടോടുകൂടി അത് പ്രഖ്യാപിച്ചു, സുവിശേഷം അറിയിച്ചു. രക്ഷിതാവായിരിക്കുന്ന കർത്താവായിരിക്കുന്ന ക്രിസ്തു ഇന്ന് രക്ഷിതാവായി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ഞങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ജനിച്ചപ്പോൾ ആട്ടിടയന്മാർക്കും 30 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശുശ്രൂഷയിൽ മീൻപിടുത്തക്കാർക്കുമാണ് കർത്താവിനെ വെളിപ്പെടുത്തി കൊടുത്തത്. ഞാൻ പറഞ്ഞത്, ഓരോ കാലഘട്ടത്തിൽ ആർക്കാണോ വെളിപ്പാട് കിട്ടേണ്ടത് അവരോട് ദൈവം അറിയിച്ചിരിക്കും. ഇവര് ഇവിടുന്ന് ബന്ധപ്പെട്ട് വേഗത്തിൽ ചെന്ന് നാം ബേത്ലഹേമിലോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്ന ഒരാടിനെയൊക്കെ അവിടെ വിട്ട് കാണും. ഈ സംഭവം ഒന്ന് കാണണം. രാത്രിയിൽ ആടിനെ പോറ്റി കിടക്കുന്നവർ ഒരിക്കലും ഇങ്ങനൊരു സന്ദേശം കേൾക്കുവാൻ വേണ്ടി ഇവരല്ല. ഒരുപാട് പ്രാവശ്യം ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നവരാ. പക്ഷെ അന്നൊന്നും ഉണ്ടാകാത്ത ഒരു സംഭവം അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതെ, അന്ന് ആ പ്രദേശത്ത്, അതെ, അവിടെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആടിനെ തീറ്റി വിശ്രമിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ അസാധാരണമായിരിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അതെ, അവർ ദൂതൻ വന്ന് അവരോട് സംസാരിച്ചു. ഒരു സൈന്യം പാടിപ്പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ അത് കേട്ടവർക്ക് പിന്നീട് അവർ ആടിനെ കുറിച്ച് ഓർത്തില്ല. അവരൊന്നും തന്നെ നോക്കിയില്ല. ആ സംഭവം കാണാൻ വേണ്ടി അവർ പോയി ആ കുഞ്ഞിനെ കണ്ടെന്നവർ തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയെയും ജോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കർത്താവ് യേശു എന്ന കർത്താവ് ഞങ്ങൾ ജനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. മറപ്പൊരുളില്ലാതെ വളരെ വ്യക്തമായി ദൂതൻ അവരോട് പറഞ്ഞു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച്. രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അതിൻ്റെ സമയമെടുക്കുന്ന സമയത്ത്, ആവശ്യമായ സമയത്ത്, വെളിപ്പെടേണ്ട സമയത്ത്, ആ പ്രവചനം നിവൃത്തീകരിക്കേണ്ട സമയത്ത് ദൈവം ചിലരോട് ഇടപെടും. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള സന്ദേശം ദൈവം കൈമാറുമ്പോൾ നമ്മുടെ ആയുസ്സിൻ്റെ കാലത്താണ് യേശു വരുന്നുള്ളത്. നാം തെളിവായി നിന്നുകൊണ്ട് ദിവസങ്ങൾ ഒരുങ്ങണമേ എന്നുള്ളതും ഇന്ന് രാത്രി പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്കങ്ങനെ യേശു ജനനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ സുവിശേഷം അറിയിച്ചത് ആരാ? തുടങ്ങിയതാരാ? ദൂതനാണ് പറഞ്ഞു തുടങ്ങിയത്. ഇത് സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആരാ? നിത്യസുവിശേഷമായിരിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നത് ഒരു ദൂതൻ സകല രാജ്യങ്ങളിലും അറിയിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന് അസാധ്യമായതിന് ദൈവം സാധ്യമിക്കും. കഥ പറഞ്ഞല്ലോ, സകല ജാതികളുടെയിലും സുവിശേഷം എത്തും, അപ്പോൾ അവസാനം വരുമെന്ന്. ദൂതൻ ഇറങ്ങി ഈ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തെ നോക്കി വായിച്ചു പറഞ്ഞ് വേറെ പറക്കുന്ന ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കലും നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ ന്യായവിധി നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രം നീരോളം ഉണ്ടാക്കി നമസ്കരിപ്പിക്കുന്ന അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അവനെ ഏൽപ്പിച്ച ദൗത്യം ലോകത്തുള്ള സകല ജാതികളും സകല ഭാഷകളും സകല വംശങ്ങളും കേൾക്കാൻ വേണ്ടി ദൂതൻ ഇറങ്ങി സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. മനുഷ്യരെ കൊണ്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. നാം എത്ര ടിവിയും ഇന്റർനെറ്റും ഏതെല്ലാം ഉപയോഗിച്ചാലും നമുക്ക് എല്ലാ ജാതികളിലേക്കും സുവിശേഷം. അപ്പോൾ യേശു പറഞ്ഞ വചനം അത് പൂർത്തീകരിക്കപ്പെടുന്നത് ദൂതനാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിൽ ഈ നിത്യസുവിശേഷം പറഞ്ഞവസാനിപ്പിക്കുന്നതിൻ്റെ പിമ്പിൽ എല്ലാവരോടും അറിയിക്കുന്നത് ദൂതനായിരിക്കും. ദൈവം അത് ചെയ്തിരിക്കും, അത് ചെയ്യും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുവിശേഷം അറിയിക്കാൻ വേണ്ടി ദൈവം തൻ്റെ പദ്ധതികൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സത്യസുവിശേഷം അത് വേണ്ട രീതിയിൽ അറിയിക്കുക. അത് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, കിട്ടുന്ന സമയങ്ങൾ അതിനു വേണ്ടി അറിയിക്കും. പക്ഷെ ഒരിക്കലും ബോഷ്കിൻ്റെ രീതിയിലോ തന്ത്രം ഉപയോഗിച്ചോ പ്രലോഭനത്തിലൂടെയോ ഉപായത്തിലെയോ എങ്ങനെയെങ്കിലും കുറെ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരിക്കലും സത്യസുവിശേഷത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന സുവിശേഷമാക്കി മാറ്റരുത്.
ലോകത്തിൽ ഒരിക്കലും വചനത്തിൻ്റെ സത്യത്തിൽ മാത്രമേ സുവിശേഷം അറിയിക്കാവുള്ളൂ. ഒരു വിശ്വാസിയെ, ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വരാൻ പോകാനുള്ള ഭവിഷ്യത്തുകൾ, അവൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അതുകൂടി പറഞ്ഞ് മനസ്സിലാക്കി വേണം ഒരുവനെ വിശ്വാസത്തിൽ കൊണ്ടുവരാനായിട്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. മരിക്കാൻ പോലും തയ്യാറാണെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ പിന്നാലെ വരാവൂ എന്നറിയിക്കുന്നതാണ് സത്യസുവിശേഷം. അതല്ലാതെ കടം മാറും, രോഗം മാറും, അത് മാറും, ഇത് മാറും, വന്നു ചേർന്നോ, യേശു വന്നോ, വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ട്, അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സമൃദ്ധിയുടെ കാര്യം പറഞ്ഞ് വഞ്ചിക്കരുത് എന്നുള്ളതും ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ. ആളെ കൂട്ടാൻ വേണ്ടി സുവിശേഷം അറിയിക്കേണ്ട, സുവിശേഷം അറിയിക്കാൻ ദൈവത്തിനറിയാം. അതിന് എൻ്റെയും നിങ്ങളുടെയും കഴിവ് ആവശ്യമില്ല. ദൈവത്തിന് ആ പദ്ധതി അറിയാം. ദൈവം ചെയ്തിരിക്കും. സർവ്വജാതികളെയും സുവിശേഷം അറിയിക്കും, സകല ജാതികളും സുവിശേഷം അറിയിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ കൈകാലിട്ടടിച്ചല്ല അറിയിക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ യിസ്രായേൽ ഗോത്രം 12 അറിയിക്കത്തില്ല എന്ന് പറഞ്ഞു. സുവിശേഷം അറിയിക്കത്തില്ല. എന്നാൽ തലമുറ അടുത്ത് ജനിക്കും. ഇപ്പോൾ നമ്മൾ പറയുക, ഞാനിപ്പോൾ കോട്ടയം പട്ടണം നമ്മൾ സുവിശേഷിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? നടക്കുന്ന കാര്യമല്ല. എത്രയോ പേര് ജനിക്കുന്നു, എത്രയോ പേര് മരിക്കുന്നു. ആർക്കും ഒരു ദേശത്തെ സുവിശേഷിപ്പാൻ പൂർണ്ണമായിട്ട് കഴിയാൻ പറ്റില്ല. പിന്നെ സുവിശേഷം ആ കാലഘട്ടത്തിൽ പറഞ്ഞുപോയി എന്ന് പൗലോസ് പറയുന്നുണ്ട്. എനിക്കിനി സ്ഥലമില്ലായികയാൽ ഞാൻ അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും സുവിശേഷം പറഞ്ഞതല്ല. അവിടെ പറയാനുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേക സ്ഥലങ്ങളിൽ പറഞ്ഞു, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ എല്ലാവരെയും സുവിശേഷം നമുക്ക് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ പഞ്ചായത്തിൽ മുഴുവൻ സുവിശേഷം അറിയിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ ഈ കാണുന്ന എല്ലാ ഗ്രാമങ്ങളും, ഇന്ത്യയിൽ ഏകദേശം 5 ലക്ഷത്തിലധികം ഗ്രാമങ്ങളുണ്ട്. 5 ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ നമുക്ക് സുവിശേഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അറിയിക്കേണ്ടവരെ എത്തിക്കേണ്ട സ്ഥലം എത്തിക്കാൻ ദൈവം. പക്ഷേ എല്ലാ ജാതികളും സുവിശേഷം കേൾക്കുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ, അത് സംഭവിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങളാണ് എന്നുള്ളത് രാത്രിയിൽ മനസ്സിലാക്കിയെടുക്കുന്നതെന്നായിരിക്കും. നമ്മുടെ കഴിവുകൊണ്ടല്ല അത് ചെയ്യുന്നത്. ദൈവമാണ് സുവിശേഷം ഘോഷിച്ചു തുടങ്ങിയ ദൂതനെ കൊണ്ടാണെങ്കിൽ സുവിശേഷം സകലജാതികളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര ദിവസം പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിക്കുന്ന കർത്താവിൻ്റെ വരവെടുക്കും തോറും ഇവന് സുവിശേഷം അറിയിച്ചുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്ന് ഒറ്റ പറഞ്ഞ് പോവുകയല്ല ചെയ്തത്. ഇറങ്ങി വന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ട് ആ ദൂതൻ സകല ജാതികളിലും പറഞ്ഞാൽ ആത്മാവിൽ കാണുകയാണ്. അത് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ദൈവം തൻ്റെ ദാസന്മാരെ കാലാകാലങ്ങളിൽ അയച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. ആഫ്രിക്കയെ സുവിശേഷീകരിപ്പാൻ, ഏഷ്യയെ സുവിശേഷീകരിപ്പാൻ ഒക്കെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും, അമേരിക്ക, കാനഡയിൽ നിന്നൊക്കെ ദൈവം സുവിശേഷകരെ അയച്ചിട്ടുണ്ട്. അതൊക്കെ അവർ അറിയിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഒരു പരിധി വരെയൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നുവരെയും സുവിശേഷം കടന്നില്ലാത്ത നിരവധി രാഷ്ട്രങ്ങളും സഭകളും സമുദായങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അവരെ എല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഈ നിത്യസുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറഞ്ഞു തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അതെ, മർമ്മം മഗതിയാം ബാബിലോണിൻ്റെ ന്യായവിധിക്ക് മുമ്പായിട്ടാണ് നീ നിത്യസുവിശേഷം ദൂതൻ ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ദൂതൻ ഇറങ്ങി സംസാരിച്ച് തുടങ്ങും. അത് പ്രത്യക്ഷമായിരിക്കുന്ന സുവിശേഷമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയും ഇപ്പോൾ ദൂതൻ ഇറങ്ങി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വിശ്വസിക്കും. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അതാ. എന്നാൽ അന്ന് ഇത് പറയുമ്പോഴും മനുഷ്യൻ ദൂതന് ചെവി കൊടുക്കത്തില്ല. കാരണം അത്രമാത്രം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഇതൊക്കെ അന്ന് പറയുമായിരിക്കും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് പറയുമായിരിക്കും. ദൂതനിറങ്ങി പ്രസംഗിക്കുമ്പോഴും മറുഭാഗത്ത് വരെയൊന്നും വിശ്വസിക്കരുത്, ഇതൊക്കെ കൃത്രിമ ബുദ്ധികളാണ്, കൃത്രിമമാണെന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, സത്യം പറയുമ്പോഴും അതിനെ അല്ല എന്ന് വെളിപ്പെടുത്താനുള്ള ഒരുപാട് മാധ്യമങ്ങളെന്ന് വന്നു. ഇന്ന് നമുക്കറിയാമല്ലോ, എന്ത് പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ അത് കൃത്രിമ ബുദ്ധിയാണ്, AI ആണെന്ന് പറഞ്ഞത് തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഈ സത്യസുവിശേഷം അറിയിക്കുമ്പോഴും പറയും, ഇത് ആരോ ചെയ്യുന്ന കൃത്രിമ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്, വിശ്വസിച്ച് പോകരുതെന്ന് പറഞ്ഞിട്ടാണ്. വിശ്വസിക്കത്തില്ല. എന്നാൽ വചനത്തിൽ നേരത്തെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇത് ഇപ്പം ദൂരം ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറേ ആൾക്കാർ അംഗീകരിക്കും, മനസ്സിലാക്കും ദൂരം പറഞ്ഞാൽ.
ദൈവഭയമൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ദൈവഭയം തൊട്ട് തീണ്ടാത്ത ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ആ തലമുറ എടുത്ത് ദൂതിനിറങ്ങി പറഞ്ഞാൽ പോലും വിശ്വസിക്കത്തില്ല. നോഗയുടെ കാലം പോലൊരു കാലം വരും. അന്ന് നോഗ പ്രസംഗിച്ച് നടന്നില്ലേ? പ്രസംഗിച്ച് നടന്നു. അവൻ പ്രസംഗിച്ചിട്ട് ലോകത്തിന് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടായിരുന്ന ഏത് സ്ഥലത്തും അവൻ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ അവൻ്റെ വചനം അവർ ഉൾക്കൊണ്ടില്ല, ചെവിക്കൊണ്ടില്ല. അതുപോലെ ഒരു കാലം വരാൻ പോകുന്നു. അപ്പോൾ ദൂതനിറങ്ങി സുവിശേഷം അറിയിക്കുമെന്നുള്ളത് 14-ാം അധ്യായം വെളിപ്പാട് 6-7 വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ദൂതന്മാർ ഇറങ്ങി വന്ന സമയാസമയങ്ങളിൽ ദൂതുകൾ അറിയിക്കുന്നുള്ളതറിയാം. അതിൻ്റെ കർത്താവ് യേശു മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവനെ കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് ശിഷ്യന്മാർ അറിയിച്ചിരുന്നതിൻ്റെ നിവൃത്തികണ്ഠമാണ് ദൂതൻ യേശുവിൻ്റെ കല്ലറയിൽ സ്ത്രീകളോട് പുനരുത്ഥാനപരം അറിയിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ജനനം അറിയിച്ചത് സുവിശേഷമാണ്, അത് ദൂതനാണ്. യേശുവിൻ്റെ പുനരുത്ഥാനം അറിയിച്ചതും ആരാണ്? ദൂതനാണ്. സുവിശേഷം എന്നാൽ എന്താണ്? യേശുക്രിസ്തു ജനനം, മരണം, പുനരുത്ഥാനം. അപ്പം മത്തായി സുവിശേഷം 17-28 തീയതി കഥ പറഞ്ഞു, മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നും ശിഷ്യന്മാർ അറിയിച്ചിരുന്നു. ഇതിൻ്റെ നിവൃത്തികരണത്തിൽ മത്തായി 28-5-7 വാക്യങ്ങളിൽ ദൂതനാണ് അവിടെ പറഞ്ഞത്. യേശുവിൻ്റെ പുനരുത്ഥാന വിവരം ദൂതനാണ് അറിയിച്ചത്. അപ്പോൾ യേശു ജനിച്ച വിവരം അറിയിച്ചതും ദൂതനാണ്. യേശു ഉയർത്തെഴുന്നേറ്റ വിവരം അറിയിച്ചതും ആരാണ്? ദൂതനാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിത്യസുവിശേഷം അറിയിക്കുന്നതും ക്രിസ്തു സംബന്ധമായ യേശു ജനിച്ചെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും അന്ന് ദൂതൻ വിളിച്ചു പറയുന്നത് അവൻ്റെ 2-ാം വരവാകുന്നു. ന്യായവിധി വരാൻ പോകുന്നു. ന്യായവിധിയുടെ കാലം വരാൻ പോകുക. മാനസാന്തരപ്പെടും ജീവനോടിരിക്കുന്നവർ പറയുക, ജീവനുള്ളവരെ ദൈവം ന്യായം വിധിക്കാൻ പോകുക. മരിച്ചുപോയവരെ ന്യായം വിധിക്കാനല്ല യേശു 2-ാമത് അന്ന് വരുന്ന സമയത്ത് നടക്കുന്നത്. അന്ന് ആരും പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. കർത്താൻ 2-ാമത്തെ നാൾ ജീവനോടിരിക്കുന്നവരോട് അറിയിക്കുകയാണ്. അന്ന് ജീവനോടിരിക്കുന്ന എല്ലാവരോടും ഇത് അറിയിക്കും. ഇവിടെ ഗോത്രം ഭാഷയും വംശജരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരോളം ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വചനം മനസ്സിലായല്ലോ? ഇതെല്ലാം സംഭവിക്കും കേട്ടോ. ഇന്ന് നമ്മളെ ഓടിക്കുന്നുണ്ട് പലരും. സുവിശേഷം അറിയിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്, പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്, മൈക്ക് വെക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയാറുണ്ട്, ഒച്ചയിൽ ആരാധിക്കാൻ പറ്റത്തില്ലെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ദൂതൻ പറയുമ്പോൾ അവനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ആര് തടയും? എതിർ ക്രിസ്തുവിന് അവൻ്റെ സംഘസൈന്യത്തിൽ വെടിവെച്ചിടാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല. അപ്പോൾ സുവിശേഷം സകല ജാതികളും അറിഞ്ഞിരിക്കും. യേശു പറഞ്ഞു, കർത്താവിൻ്റെ വരവിന് മുമ്പ് ലോകം അവസാനിക്കുന്നതിന് മുമ്പായി എന്ന് പറഞ്ഞാൽ പൈശാചിക ഭരണം അവസാനിക്കുന്നതിന് മുമ്പായി ഈ നിത്യസുവിശേഷം, സത്യസുവിശേഷം, ക്രിസ്തുഗതികൃതമായ സുവിശേഷം സകല ജാതികളും അറിഞ്ഞിരിക്കും. അത് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് ഈ മർമ്മം മഗതിയാം ബാബിലോണിന് മുമ്പായി, ആ നാശത്തിന് മുമ്പായി, ഹർമോദ യുദ്ധത്തിന് മുമ്പായി ഒരു ദൂതൻ സകല സ്ഥലങ്ങളിലും അറിയിച്ചു കൊണ്ടിരിക്കും. അത് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ കണ്ടുകൊള്ളുക. ഇന്ന് തടയുന്ന ദേശങ്ങൾ കാണും, സുവിശേഷം കേൾക്കാൻ തടസ്സപ്പെടുന്ന ജാതികൾ കാണും, ഭാഷകൾ കാണും, വംശങ്ങൾ കാണും. പക്ഷേ ആകാശത്തിറങ്ങി വന്ന ഒരു ദൂതൻ ഇത് ഓരോ സ്ഥലങ്ങളെയും ലക്ഷ്യമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ദൂതൻ ആ ലോകത്തിലുള്ള സകല ജാതികളുടെയിലും എല്ലായിടത്തും സുവിശേഷം അറിയിച്ച് സുവിശേഷം അവസാനിപ്പിക്കും. യേശുവിന്റെ ജനനം അറിയിച്ചത്, സുവിശേഷം അറിയിച്ചത് ദൂതനാണ്. യേശുവിന്റെ പുനരുത്ഥാനം സ്ത്രീകളോട് അറിയിച്ചതും മനുഷ്യരോട് അറിയിച്ചതും ദൂതനാണ്. മനുഷ്യരോട് ദൂതൻ തന്നെയാണ് അവസാനമായി സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദൂതർക്ക് കൂടെ അവകാശമല്ല ഉള്ള നിത്യരക്ഷ അറിയിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ച് നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ അത് ശരിയാ, ആ ഒരു കാലഘട്ടം കൃപായുഗമാണ്. അത് കഴിഞ്ഞ ശേഷമായി മറ്റൊരു സുവിശേഷമില്ല കേട്ടോ. യഹൂദനോടും എല്ലാവരോടും പറയുന്ന ഒരൊറ്റ ദൂതായിരിക്കും. അത് യേശു ക്രിസ്തുവിന്റെ ജനനം, അവന്റെ ജീവിതം, അവൻ പ്രവൃത്തി, അവന്റെ മരണം, അവൻ വീണ്ടും വരുമെന്നുള്ളതായിരിക്കും അന്ന് സുവിശേഷത്തിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് അവിടെ ഇപ്പം നിന്നെല്ലാം ദൂതന്മാർ സമയാസമയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട്
മനുഷ്യരോട് ദൂതറിയിച്ചിട്ടുണ്ടെന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ നിരവധി പേരുടെ മനസ്സിൽ നിന്ന് ഈ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യനെ കൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നെങ്കിൽ സാധ്യമല്ല. ഈ ലോകത്തിൻ്റെ ഒരു കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയത്തില്ല. എന്നാൽ ഒരു പരിധി വെച്ച് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാൽ നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങളെ ആ ദിവസങ്ങളിൽ ദൈവം പൂർത്തീകരിക്കും. സഭയെടുക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാ ജാതികളും സുവിശേഷം കേൾക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ എല്ലാ ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നുള്ള ഒരാളെങ്കിലും വിശ്വാസം ഉണ്ടായിരിക്കും. സകല ഭാഷകളും വംശങ്ങളും ഗോത്രങ്ങളും വിളിക്കുവാങ്ങിയ ഒരാളെ അപ്പം അതിനുണ്ടായിരിക്കും. അപ്പം അത് സുവിശേഷം സഭയുടെ മുഖാന്തരമായി അവർ ആ ദേശത്തോട്ട് ചെന്ന് ചിലപ്പോൾ സുവിശേഷം ഒരാളൊരു ജാതിയിൽപ്പെട്ട ഒരു വംശത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കിടക്കുന്ന ഒരാളെ മറ്റൊരു ഏതെങ്കിലും രാജ്യത്തിൽ കൊണ്ടുപോയി അവനെ അവിടെ സുവിശേഷിക്കും. പക്ഷെ അവൻ്റെ നാട്ടിലുള്ളവർ അറിയണമെന്നില്ലായിരിക്കും. ദൈവം പറഞ്ഞിരിക്കുന്ന അതിനെല്ലാം നിവർത്തിയിരിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല, സകലവും സാധ്യമാണ്. അപ്പോൾ ലോകത്തിന്റെ രക്ഷകനായി യേശുവിന്റെ ജനനം ഉദ്ഘോഷിച്ചത് സ്വർഗദൂതനാണ്. അതുപോലെ അവൻ മണ്ണത്തെ ജയിച്ചുയർത്തുന്നിട്ടെന്ന സന്ദേശം ലോകത്തിന് കൈമാറിയതും ദൂതൻ തന്നെയാണ്. കർത്താൻ രണ്ടാമത്തെ വരവാകുന്ന ലോകാവസാനത്തിന്റെ അന്ത്യ നാഴികയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൂതൻ തന്നെയാണ് നിത്യസുവിശേഷം ഭൂവാസികളെ സകലം അറിയിച്ച് സുവിശേഷം അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എങ്ങനെയാണ് കർത്താവ് പറഞ്ഞ വചനം നിവൃത്തിയാകുന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? കർത്താവ് പറഞ്ഞു സകല ജാതികളോട് സുവിശേഷം അറിയിക്കും, അപ്പോൾ അവസാനം വരുമെന്ന്. ഞാൻ എപ്പോഴും ഈ വചനമൊക്കെ വായിക്കുന്നതിന് പഠിക്കുന്നപ്പോൾ ഞാൻ പലപ്പോഴും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നീണ്ടു കിടക്കുന്ന ദേശങ്ങളെ ഗ്രാമങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എങ്ങനെയാണ് ഇവർ സുവിശേഷം കേൾക്കുന്നത്, ഇവിടെ അറിയിക്കുന്നത്? ഈ ഗ്രാമങ്ങളൊക്കെ എങ്ങനെ സുവിശേഷിക്കപ്പെടും എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അന്നേരം എനിക്കൊരു എത്തും പിടിയും കിട്ടത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ സാധ്യമാകുമോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പണ്ട് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ട്രെയിൻ യാത്ര ഇവിടുന്ന് ഡൽഹി വരെ അല്ലെങ്കിൽ പല പഞ്ചാബിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിൻ്റെ ജനലിൽ കൂടെ നോക്ക്, എത്രയോ വിദൂരമായ സ്ഥലങ്ങളിൽ പല ഗ്രാമങ്ങൾ പട്ടണങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവരോടെല്ലാം സുവിശേഷം എങ്ങനെ അറിയിക്കുമെന്നുള്ള ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. സാധ്യമാകുമോ, എങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഞാൻ ഇന്നലെ തന്നെ ട്രെയിൻ പിടിച്ച് നിർത്തി അവിടെ ചാടി ഇറങ്ങിയ സുവിശേഷം പറയാൻ പോയി കഴിഞ്ഞാൽ നടക്കുമോ? എനിക്കൊരു പരിധിയുണ്ട് പ്രിയപ്പെട്ടവർ. നമ്മുടെ ആഗ്രഹമുണ്ട് അറിയിക്കണമെന്നുള്ളത്, പക്ഷെ നമ്മളൊക്കെ പരിമിതിയുള്ളവരാണ്. നമ്മുടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും, ദൈവമേ ഈ ദേശങ്ങളിൽ എനിക്ക് പോകാൻ കഴിയത്തില്ല, എന്നാൽ എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ കർത്താവ് പറഞ്ഞു എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുകയും കൊണ്ടുവരേണ്ട ആൾക്കാരെ കൊണ്ടുവരികയും നിഷ്കളങ്കന്മാരായിട്ട് രക്ഷിക്കപ്പെടുകയും ചെയ്യും. ലോകത്തിൽ ആരെങ്കിലും സത്യം അന്വേഷിക്കുന്നതായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അവിടെ ഇടയ്ക്ക് സുവിശേഷം എത്തിയിരിക്കും. എന്നാൽ ഇത് കേൾക്കാലും കേട്ടില്ലേലും ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത, ഒരിക്കലും തിരിച്ചു വരത്താത്ത ജാതിയോട് പോലും ലോകത്തിൻ്റെ പുരാലോകത്തിൻ്റെ അവസാനത്തെങ്കിൽ അന്ന് നോഹ നീതി പ്രസംഗിയ നോഹ പ്രസംഗിച്ചാണെന്നതുപോലെ ഇവിടെ ഒരു ദൂതൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് നോട്ട് ചെയ്താണ് കേട്ടോ. പ്രസംഗിച്ചു എന്നല്ല, അവൻ അറിയിച്ചു എന്നല്ല, അവൻ അത്യുച്ചത്തിൽ പറഞ്ഞു എന്നല്ല, പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഏൽപ്പിച്ച ദൗത്യം ഘോഷിച്ചു. രാത്രിയിൽ ഞാനത് ആത്മാവിൽ കാണുകയാണ്. പക്ഷേ ഇന്ന് കിടക്കുന്ന കഥ പറഞ്ഞ് തലമുക്കിനാക്കിയാൽ ഇപ്പോൾ തന്നെ പാടങ്ങൾ വിളഞ്ഞിരിക്കുന്നതായി കാണാം. കൊയ്ത്തിന്റെ യജമാനോട് അപേക്ഷിപ്പീൻ കൊയ്ത്തുകാരെ അയക്കുവാനായിട്ട്. അത് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ കൊയ്തെടുക്കുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു രീതി പരിശർമാവ് ചെയ്തെടുക്കുമ്പോൾ അവസാനമായി കൊയ്ത്ത് നടത്തുന്നതും ദൂതന്മാരാണ്. അവരെ വിട്ടാണ് ദൈവം മനുഷ്യരെ മുഴുവൻ ശേഖരിക്കുന്നത്. ആദ്യം മൃതന്മാരെ ശേഖരിക്കും, അതിനുശേഷമായി സകല ജാതികളെ കൂട്ടിവരുത്തും. അതേക്കുറിച്ച് ലോകാവസാന ബന്ധത്തിൽ പഠിക്കും പ്രിയപ്പെട്ടവരെ. കർത്താവ് ഇതെല്ലാം ചെയ്തെടുക്കും.
ദൈവത്തിന് അസാധ്യമായിട്ട് നിങ്ങൾ അത് ഒന്ന് ചിന്തിക്കണം. വായിച്ചു കഴിയുമ്പോൾ വായിക്കാതെ വായിച്ചിട്ട് വെറുതെ അത് മടക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നാം ചിന്തിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളതും വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എങ്ങനെ ലോകത്തോട് ഇത് വായിച്ചപ്പോൾ ആർക്കും സംശയം തോന്നിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് സകലജാതികളോട് സുവിശേഷിക്കപ്പോൾ അവസാനം വരും, അതോ വായിച്ചു വിട്ട് കാണാൻ പറഞ്ഞ് പോയതേ ഉള്ളൂ? അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ വായിച്ചു, അത് നടക്കുമെന്ന് പറഞ്ഞു, വിട്ടുപോയി. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടോ? ഇത് ചോദിച്ചിട്ടുണ്ടോ? ദൈവം ഇതെങ്ങനെ സംഭവിക്കുന്നത്? അതൊരിക്കലും സംശയം ചോദിക്കുകയല്ല. മറിയ എല്ലാം പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ചോദിച്ചു. അതാ പറഞ്ഞു അതൊക്കെ ദൂതം പറഞ്ഞു അതൊക്കെ സംഭവിക്കും. നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ഞാൻ ചോദിക്കുമായിരുന്നു ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെയാ പൂർത്തീകരിക്കുന്നത്, ഇതെങ്ങനെ നടക്കും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സുവിശേഷിക്കപ്പെടുക എന്നുള്ളത് എങ്ങനെ നടക്കും? ദൈവം പറഞ്ഞു നിന്നെ കൊണ്ട് ബുദ്ധിമുട്ടാ, മനുഷ്യരെ കൊണ്ട് സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് സഭയെ ഒരുക്കെടുക്കാൻ വേണ്ടിയാണ്. കർത്താവിന് വരുന്നതിന് മുമ്പായി ഈ സന്ദേശം അറിയിച്ചുകൊണ്ട് ലോകത്തിലെ സകല ജാതികളും സുവിശേഷം കേൾക്കാൻ വേണ്ടി ദൈവം ഒരു ദൂതനെ നിയോഗിക്കും. ആ ദൂതൻ ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഈ പറയുന്ന സന്ദേശം അവസാനിപ്പിക്കും. അത് അവസാനിപ്പിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ് ദൂതൻ ചെയ്യുന്നത്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവുകൾ രക്ഷിക്കപ്പെടാനുള്ള മഹാസന്തോഷ വർത്തമാനമാണ് ലോകത്തോട് ദൂതൻ മുഖാന്തരം അറിയിച്ചത്. എന്നാൽ സുവിശേഷത്തിൻ്റെ ആരംഭത്തെങ്കിൽ പറഞ്ഞത് മഹാസന്തോഷ വർത്തമാനമാണ് പറഞ്ഞെങ്കിൽ എൻ്റെ അവസാനത്തിൽ പറഞ്ഞവസാനിപ്പിക്കുന്നത് ന്യായവിധിയുടെ നാഴിക വരുന്നുവെന്നാണ്. മനസ്സിലായോ? 2000 വർഷം മുമ്പ് ആട്ടിടയർക്ക് പ്രത്യക്ഷമായപ്പോൾ അതാണ് വചനത്തിൻ്റെ ആ നിസ്തുലത. ആർക്കും അതിനെ എതിർക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്, മാറ്റമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ എല്ലാവർക്കും ഉള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നല്ല പറഞ്ഞത്. ആട്ടിടയന്മാരോട് പറഞ്ഞ് സുവിശേഷരെ അറിയിക്കാൻ തുടങ്ങി, മഹാസന്തോഷ വാർത്തകളെ അറിയിക്കെന്ന് പറഞ്ഞു. എന്നാൽ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ലോകത്തുനിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറയാൻ വേണ്ടി ദൈവത്തെ ആക്കി വയ്ക്കുന്ന ദൂതൻ ഉണ്ടായിരിക്കും. ദൈവം തൻ്റെ ക്രിയ ചെയ്യും. ഞാൻ പറഞ്ഞ ദൈവം ഒരു കാലഘട്ടത്തിൽ പോലും മനുഷ്യനെ ദൈവം തള്ളിക്കളയുന്നില്ല. എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരം ദൈവം ഒരുക്കിക്കൊടുത്തതിന് ശേഷമേ ദൈവം ശിക്ഷിക്കുകയുള്ളൂ. ഇപ്പം എനിക്കിന്ന് രാത്രി ഒരു കാര്യം മനസ്സിലായി. ദൈവം അകാരണമായിട്ട് ഒരു നിരപരാധിയായ ഒരു വ്യക്തിയെ പോലും നരകത്തിൽ തള്ളിക്കളയത്തില്ല. രക്ഷിക്കപ്പെടാനുള്ള ഏതെങ്കിലും ഒരു മാർഗം അവൻ ഒരുക്കിക്കൊടുത്ത ശേഷമായി അത് നിരസിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ തള്ളപ്പെടുകയുള്ളൂ. അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവന്റെ മനസ്സാക്ഷി അനുസരിച്ച് അവനെ ന്യായം വിധിക്കും. രാത്രിയിൽ നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അവസാനം കർത്താവിൻ്റെ എല്ലാവരെയും കൂട്ടി വരുത്തുമ്പോൾ അന്ന് നീ സുവിശേഷം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയത്തില്ല, അതെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. ദൂതൻ അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അവരോട് സംസാരിച്ചിരുന്നു. ന്യായവിധി വരുന്നുള്ളത് അവൻ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നുവെന്ന് ഘോഷിച്ചുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ കുറിച്ച് ഇന്ന് കഠിന സന്ദേശമാണ്, സന്തോഷ വർത്തമാനമല്ല. വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് വിളിച്ചു പറയുക അല്ലേ? ഇപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയില്ലേ? ഇപ്പോൾ നമ്മൾ പറയുന്നത് മുഴുവനും വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ചല്ലേ? അത് സംഭവിക്കാൻ പോകാൻ പോകുന്ന വലിയ കാര്യങ്ങളെ കുറിച്ചല്ലേ? എന്നാൽ മറുഭാഗത്ത് നാം പറയും ഇതെല്ലാം തീരാൻ പോകുകയാണ്, യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യാൻ പോകുകയാണ്. അതേ ദൈവം പറഞ്ഞ് ഇനി യുദ്ധം അവർ അഭ്യസിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള കാലമാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവശക്തനായ ദൈവത്തെ നമസ്കരിച്ച് ദൈവഭയത്തിൽ അവനെ മഹത്വപ്പെടുത്തണം, അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം. ക്രിസ്തു വിശ്വസിക്കുന്ന ദൂതാണ് നിത്യസുവിശേഷമായി ഭൂവാസികളോട് ദൂതൻ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നത്. കർത്താവിന്റെ പ്രതികാര ദിവസത്തിന്റെ ആരംഭത്തിന് മുമ്പ് ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ അറിയിക്കുന്ന അവസാന ഏകഭാഷയിലായിരിക്കും. അതിന്റെ കാരണം ഇത് ക്രിസ്തുവിന്റെ ഭരണകാലത്തെ ഏകഭാഷാ പ്രയോഗമായിരിക്കും ഭൂമിയിൽ ഉണ്ടായിരിക്കുക എന്നതുകൊണ്ടാണ് ദൂതൻ ഒരു ഭാഷയിൽ സംസാരിക്കുന്നത്.
എത്ര പെട്ടെന്ന് മനുഷ്യനെല്ലാം ഒരു ഭാഷ പഠിച്ചെടുക്കും എന്നുള്ളത് നമുക്ക് വിചാരിച്ച് നടക്കത്തില്ല എന്നുള്ളത്. ഏകത്തെ എല്ലാവരും ഒരു ഭാഷയൊക്കെ പഠിക്കും കേട്ടോ. ഏക ഭാഷ, ഏക ഭരണം, ഏക ചിന്താഗതി, ഏക മതം, ഏക ചിന്താഗതിയിലേക്കൊക്കെ വരുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. ദാവീദ് സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറിച്ചൊരു സുവിശേഷം തിരുവചനത്തിൽ ഇല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഒരു ദൂതൻ ഭൂവാസികളോട് അറിയിക്കുന്ന നിത്യസുവിശേഷം യേശുവിനെ കുറിച്ചുള്ളതാണ് എന്നുള്ള ഒരിക്കൽ കൂടി സധൈര്യം പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.